പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിലിനെ കൊണ്ടുവരാൻ ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് ഗ്രൂപ്പ് യോഗം. രഹസ്യയോഗം ചേർന്നത് സസ്പെൻഷനിലായ രാഹുലിനെ പാർട്ടി അനുഭാവികളുടെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നത് ആലോചിക്കാൻ. യോഗം ചേർന്നിട്ടില്ലെന്ന് ഷാഫി. രാഹുലിന്റെ വീട്ടിൽ വ്യാജ ID കാർഡ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന്റെ പരിശോധന. അയ്യപ്പ സംഗമത്തിനെതിരെ BJPയും ഹിന്ദു സംഘടനകളും പ്രതിഷേധം ശക്തമാക്കുന്നതിനിടെ വിശദീകരണവുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. ആരെയും ഒഴിവാക്കില്ലെന്നും കേന്ദ്രമന്ത്രിമാരെയും ക്ഷണിച്ചെന്നും PS പ്രശാന്ത്. ആത്മാർത്ഥതയുണ്ടെങ്കിൽ ഹിന്ദു സംഘടനകളുടെ യോഗം വിളിക്കണമെന്ന് ഹിന്ദു ഐക്യവേദി. പുന്നമടക്കായലിൽ വള്ളംകളി പ്രേമികളുടെ നെഞ്ചിടിപ്പ് കൂട്ടാൻ ഇക്കുറി 21 ചുണ്ടൻ വള്ളങ്ങൾ. നെഹ്റു ട്രോഫി വള്ളംകളി നാളെ. ജലരാജാവ് കാരിച്ചാലിന് കരുത്തേകാൻ ഇത്തവണ സ്വന്തം കരക്കാർ. മേൽപ്പാടം ചുണ്ടനിലൂടെ ഡബിൾ ഹാട്രിക് ലക്ഷ്യമിട്ട് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്. തൃശൂർ മേയർ MK വർഗീസിനെ ഒല്ലൂരിൽ സ്ഥാനാർത്ഥിയാക്കാൻ BJP. സുരേഷ് ഗോപി ലീഡ് നേടിയതും ക്രൈസ്തവ പിന്തുണയും അനുകൂലമാക്കാൻ നീക്കം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം വർഗീസ് BJPയിലെത്തും. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ പൂജാരിയുടെ മരുമകനും സഹായിയും കർണാടകത്തിൽ അറസ്റ്റിലായ പീഡനക്കേസ് ഹണി ട്രാപ്പ്. പരാതി നൽകിയ യുവതി അറസ്റ്റിൽ. പിടിയിലായത് പീഡനത്തിന് ഇരയായെന്ന് പറഞ്ഞ് രത്നയും 3 മലയാളികളുമടക്കം 5 പേർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ജപ്പാനിൽ വൻ വരവേൽപ്പ്. ഇന്ത്യ ഉടൻ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകുമെന്ന് പ്രധാനമന്ത്രി. അമേരിക്ക ഉയർത്തുന്ന തീരുവ യുദ്ധം ലോകത്തെ നയിക്കുന്നത് പുതിയ വ്യാപാര ശാക്തീകരണത്തിലേക്ക്. ാമത് റിലയൻസ് വാർഷിക ജനറൽ ബോഡി യോഗം ഉച്ചകഴിഞ്ഞ് 2 മണി മുതൽ. 44 ലക്ഷത്തിലധികം ഓഹരി ഉടമകളെ മുകേഷ് അംബാനി അഭിസംബോധന ചെയ്യും. സുപ്രധാന പ്രഖ്യാപനങ്ങൾക്ക് സാധ്യത. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലിൽ അന്വേഷണത്തിനുള്ള ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. ക്രൈംബ്രാഞ്ച് റേഞ്ച് DYSP C ബിനുകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൽ സൈബർ വിദഗ്ധരും ഉണ്ടാകും. രാഹുലിനെതിരെ മാധ്യമങ്ങളിൽ പരാതി ഉന്നയിച്ച സ്ത്രീകളുടെ മൊഴി ആദ്യമെടുക്കും. ഗർഭഛിദ്ര ആരോപണം ഉന്നയിച്ച യുവതിയിൽ നിന്ന് മൊഴിയെടുക്കും. സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തൽ, അശ്ലീല സന്ദേശമയക്കൽ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ഗുരുതര ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന് ഉടൻ രൂപം നൽകിയേക്കുമെന്നാണ് വിവരം. സൈബർ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥരും വനിതാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ അടങ്ങുന്നതായിരിക്കും ഈ ടീം. ആദ്യം പരാതിയുമായി പരസ്യമായി രംഗത്തെത്തിയ 3 പേരുടെ മൊഴിയായിരിക്കും രേഖപ്പെടുത്തുക. റിനി അന്ന, അതോടൊപ്പം അവന്തിക, അതോടൊപ്പം ഹണി ഭാസ്കർ. ഈ 3 പേരുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ മൊഴിയെടുക്കൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഭാഗത്തു നിന്നുമുണ്ടാകും. അതിനുശേഷമായിരിക്കും ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ചില ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട്, അതായത് ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി എന്ന തരത്തിൽ പുറത്തു വന്നിരിക്കുന്ന ശബ്ദരേഖയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിലേക്ക് ക്രൈംബ്രാഞ്ചിന്റെ പ്രത്യേക അന്വേഷണ സംഘം കടക്കുക. അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖയുടെ ഉറവിടം എവിടെയാണോ ആ യുവതിയെ കണ്ടെത്താനും അവരുടെ മൊഴി രേഖപ്പെടുത്താനുമുള്ള ശ്രമം ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്ന് തുടരുന്നുണ്ട്. പക്ഷേ പലപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ മൊഴി നൽകാൻ പലരും വിസമ്മതിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർ അതീവ രഹസ്യമായി ഇവരുടെ വീടുകളിലെത്തിയാണ് ഇതുമായി ബന്ധപ്പെട്ട് സ്വകാര്യത ഹനിക്കപ്പെടുന്ന ഒന്നും ഉണ്ടാകില്ല എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് മൊഴിയെടുക്കുന്ന നടപടികളിലേക്ക് കടക്കുക എന്ന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ 3 വകുപ്പുകളാണ് ഈ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസിൽ ചുമത്തിയിരിക്കുന്നത്. പിന്തുടർന്ന് ശല്യപ്പെടുത്തുക, അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അതോടൊപ്പം ഭീഷണിപ്പെടുത്തുക. ഈ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചിന്റെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ
കൂടുതൽ തെളിവുകൾ, ഡിജിറ്റൽ തെളിവുകൾ അടക്കം ലഭിക്കുന്ന മുറയ്ക്ക് ഈ വകുപ്പുകൾ കൂടുതൽ അഡീഷണലായി ചേർക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ പ്രതിരോധിക്കാനായി കോൺഗ്രസ് പാർട്ടി മുമ്പോട്ട് വെച്ചിരുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം അതിൽ ഒരു തരത്തിലുള്ള പരാതികളും ഉയർന്നിട്ടില്ല, ഇത് ആരോപണങ്ങൾ മാത്രമായിരുന്നു എന്നാണ്. അതിനപ്പുറത്തേക്ക് കേസ് രജിസ്റ്റർ ചെയ്യുകയും നിയമപരമായ നടപടികളിലേക്ക് ഇത് കടക്കുകയും കൂടി ചെയ്യുന്നതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കുരുക്ക് മുറുകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാലക്കാട് കൊണ്ടുവരാൻ തിരക്കിട്ട നീക്കവുമായി ഷാഫി പറമ്പിൽ. പാലക്കാട് നടന്ന എ ഗ്രൂപ്പ് യോഗത്തിൽ വിഷയം ചർച്ച ചെയ്തെന്നാണ് വിവരം. വിവിധ സംഘടനകളുടെയും ക്ലബ്ബുകളുടെയും അസോസിയേഷനുകളുടെയും പരിപാടികളിലാണ് രാഹുലിനെ പങ്കെടുപ്പിക്കാൻ ശ്രമിക്കുന്നത്. എ ഗ്രൂപ്പിലെ ഷാഫി പറമ്പിൽ അനുകൂലികളുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നതായാണ് വിവരം. കഴിഞ്ഞ 9 ദിവസമായി പത്തനംതിട്ട അടൂരിലെ വീട്ടിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുള്ളത്. പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതിനാൽ കോൺഗ്രസിന്റെ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിച്ചാൽ അത് വിപരീത ഫലമായിരിക്കും ഉണ്ടാക്കുകയെന്ന ആശങ്കയിലാണ് പാർട്ടി. ഇനി ഔദ്യോഗിക പരിപാടികളിൽ പങ്കെടുത്താൽ രാഷ്ട്രീയ എതിരാളികളുടെ പ്രതിഷേധം നേരിടേണ്ടിയും വരും. അതിനാൽ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ തുടങ്ങി പാർട്ടിയുടേതല്ലാത്ത എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടേതായ പരിപാടികളിൽ രാഹുലിനെ പങ്കെടുപ്പിക്കുകയാണ് നീക്കം. ഓണത്തിന് ശേഷം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാനാണ് ഈ വിഭാഗത്തിന്റെ തീരുമാനം. അതിനിടെ എന്തെങ്കിലും തരത്തിലുള്ള പ്രതിഷേധമുണ്ടായാൽ അതിനെ അനുകൂലമായി ഉപയോഗപ്പെടുത്താനും ആലോചനയുണ്ട്. അധികം നാൾ മണ്ഡലത്തിൽ നിന്ന് മാറി നിൽക്കുന്നത് ദോഷകരമാണെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് ഉചിതമായ നടപടിയെടുത്തുവെന്നും യോഗത്തെപ്പറ്റി അറിയില്ലെന്നും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് പ്രതികരിച്ചു. കോൺഗ്രസ് എല്ലാ കാര്യങ്ങളിലും ഉചിതമായ തീരുമാനമെടുത്തു എന്ന ജനങ്ങളുടെ നല്ല ബോധ്യത്തിലാണ്, ജനങ്ങളുടെ നല്ല പിന്തുണയാണ് ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പഞ്ചായത്തിന്റെ കാലാവധി തീർന്നു കഴിഞ്ഞു, ഇലക്ഷൻ ഡിക്ലെയർ ചെയ്യാൻ പോവാണ്. ഇനിയാണോ വികസനം? ജനങ്ങൾക്ക് നന്നായിട്ട് തിരിച്ചറിവുണ്ട്. ഈ സർക്കാരിന്റെയും അവരുടെ നിയന്ത്രണത്തിലുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെയും ഭരണ പരാജയങ്ങൾ ജനങ്ങൾ സമ്മതിക്കുന്നു. അതിനെതിരെയുള്ള വിധിയെഴുത്തിന് ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതിനെ എന്തെങ്കിലും പുകമറ കൊണ്ട് തടയാമെന്ന് കരുതുന്നുവെങ്കിൽ അത് നടക്കില്ല. ജനങ്ങൾക്ക് ഇതിനോടകം ഞങ്ങൾ സ്വീകരിച്ച നടപടി ജനങ്ങളെ അങ്ങേയറ്റം ഞങ്ങളിൽ കൂടുതൽ മതിപ്പും അതുപോലെ തന്നെ ഞങ്ങൾക്ക് കൂടുതൽ പിന്തുണയും നൽകുന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. മറ്റൊരു പാർട്ടിക്കും ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അർഹതയില്ല. അതേസമയം രാഹുലിനെ പാലക്കാട്ടേക്ക് കൊണ്ടുവരാൻ എ ഗ്രൂപ്പ് യോഗം നടന്നുവെന്ന വാർത്ത ഷാഫി പറമ്പിലും നിഷേധിച്ചു. താൻ പാലക്കാട്ടെത്തിയത് ഒരു കല്യാണത്തിന് പങ്കെടുക്കാനാണെന്നായിരുന്നു ഷാഫിയുടെ പ്രതികരണം. ന്യൂസ് 18 പാലക്കാട്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ അധ്യക്ഷൻ പ്രതികരിച്ചു എന്ന വാർത്തയ്ക്കെതിരെ പോലീസിൽ പരാതി. വ്യാജ പോസ്റ്റർ ഉണ്ടാക്കി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യാജ പ്രൊഫൈൽ വഴി പ്രചാരണം നടത്തിയെന്നാണ് പരാതി വന്നിരിക്കുന്നത്. ജനങ്ങൾക്കിടയിൽ മതസ്പർദ്ധയും രാഷ്ട്രീയ വിരോധവും സൃഷ്ടിച്ച് കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങളാണ് ഇതുവഴി നടക്കുന്നതെന്നാണ് ആരോപണം. കർശന നടപടി സ്വീകരിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയാണ് പരാതി നൽകിയത്. വിഷയത്തിലെ ഡിജിറ്റൽ തെളിവുകളും സൈബർ സെല്ലിൽ ഹാജരാക്കിയിട്ടുണ്ട്. ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ BJP ഉന്നയിച്ച ആരോപണങ്ങൾക്ക് മറുപടിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ്. BJPയുടേത് രാഷ്ട്രീയ ആരോപണം മാത്രമാണെന്നാണ് പ്രസിഡന്റ് PS പ്രശാന്ത് പറയുന്നത്. ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവരെയും ക്ഷണിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയിച്ചു. എന്നാൽ ബോർഡിന്റെ പ്രതികരണം തള്ളിയ ഹിന്ദു ഐക്യവേദി ഭക്തരുടെ യോഗം വിളിച്ച് തീരുമാനമെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. അയ്യപ്പ സംഗമം രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി സർക്കാരും CPM നടത്തുന്ന പരിപാടി എന്ന സംഘപരിവാറിന്റെ BJPയുടെ വിമർശനങ്ങളെ തള്ളിക്കളയുകയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. ദേവസ്വം ബോർഡിന്റെ പരിപാടി തന്നെയാണിത്. പക്ഷേ ഇത്ര വലിയൊരു പരിപാടി ഏറ്റെടുത്ത് നടത്താൻ ദേവസ്വം ബോർഡിന് കഴിയില്ല. അതിൽ സർക്കാരിന്റെ സഹായം വളരെ പ്രധാനപ്പെട്ടതാണ്. മലേഷ്യയിൽ നിന്നുള്ളൊരു ഭക്തനാണ് ഈ ഒരു ആശയം ആദ്യം മുന്നോട്ട് വച്ചത്. അത് ദേവസ്വം ബോർഡ് സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുകയായിരുന്നു. അത് സർക്കാർ അംഗീകരിച്ചതോടുകൂടിയാണ് ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തീരുമാനം എടുത്തത്. അയ്യപ്പനിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ശബരിമലയുടെ നന്മ ആഗ്രഹിക്കുന്ന, ശബരിമലയുടെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും പങ്കെടുക്കാം. ശബരിമലയുടെ വികസനം എന്ന അജണ്ട മുൻനിർത്തിയാണ് സംഗമം സംഘടിപ്പിക്കുന്നതെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നു. ഇതിൽ ആരെയൊക്കെ ക്ഷണിക്കണമെന്ന കാര്യത്തിൽ ഇനിയും അന്തിമ തീരുമാനമായിട്ടില്ല. രാഷ്ട്രീയ പാർട്ടികൾ ക്ഷണിക്കണമെങ്കിൽ അത്തരം കാര്യങ്ങൾ ആലോചനയിലുണ്ട്. പക്ഷേ രാജ്യത്തിന് പുറത്തുനിന്നുള്ള 500 പേരെങ്കിലും, അതായത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സ്ഥിരമായി ശബരിമലയിൽ എത്തുന്ന 500 പേരെങ്കിലും ഈ അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി എത്തുന്നുണ്ട്. രാജ്യത്തെ മുഴുവൻ ദേവസ്വം മന്ത്രിമാരുടെ, ദേവസ്വം വകുപ്പുകളുടെ എല്ലാ മന്ത്രിമാരെയും, എല്ലാ സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരെയും ഈ സംഗമത്തിൽ പങ്കെടുപ്പിക്കും. കേന്ദ്രമന്ത്രിമാർ ഇതിനകം തന്നെ ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്.
പീയൂഷ് ഗോയലിനും അതുപോലെ തന്നെ നിതിൻ ഗഡ്കരിക്കും സുരേഷ് ഗോപിക്കുമൊക്കെ ഇതിനകം ക്ഷണക്കത്ത് അയച്ചിട്ടുണ്ട്. അത്തരത്തിലൊരു രാഷ്ട്രീയ ഭേദമോ അല്ലെങ്കിൽ സർക്കാരുകൾ തമ്മിലുള്ള ഒരു അന്തരമോ ഒന്നും ഇതിൽ കാര്യമാക്കില്ല, എല്ലാവരെയും ക്ഷണിക്കും, ആർക്കും വരാമെന്ന ഒരു നിലപാടാണ് ദേവസ്വം ബോർഡ് സ്വീകരിക്കുന്നത്. പക്ഷേ സംഘപരിവാർ സംഘടന ഇപ്പോഴും ഈ ദേവസ്വം ബോർഡിൻ്റെ ഈ വാദങ്ങളെ തള്ളുകയാണ്. സർക്കാരിന് കീഴ്പ്പെട്ട് പ്രവർത്തിക്കുന്നു, സർക്കാരിൻ്റെ ബി ടീമായി പ്രവർത്തിക്കുകയാണ് ദേവസ്വം ബോർഡ് എന്ന ആരോപണമാണ് സംഘപരിവാർ സംഘടനകൾ ഉന്നയിക്കുന്നത്. എല്ലാവരെയും പങ്കെടുപ്പിക്കണം, വിശ്വ ഹിന്ദു പരിഷത്തും അയ്യപ്പ സേവാ സംഘം അടക്കമുള്ള അയ്യപ്പ സംഘടന മുഴുവൻ പങ്കെടുപ്പിക്കണമെന്ന ആവശ്യമാണ് ഉയർന്നത്. ഏതായാലും സെപ്റ്റംബർ 20 നടക്കുന്ന ഈ സംഗമത്തിലൂടെ വലിയ ഒരു നിക്ഷേപം ശബരിമലയെ ബന്ധപ്പെട്ട ശബരിമല മാസ്റ്റർ പ്ലാൻ ഈ ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വലിയൊരു നിക്ഷേപം അതിലൂടെ കൊണ്ടുവരാനാണ് സർക്കാരിൻ്റെ ദേവസ്വം ബോർഡിൻ്റെയും ശ്രമം. KJ യേശുദാസിനെ പോലുള്ള ശബരിമലയുമായി വളരെ ആത്മബന്ധം പുലർത്തുന്ന കലാകാരന്മാരെ, അതുപോലെ തന്നെ സ്ഥിരമായി ശബരിമലയിലെത്തുന്ന സിനിമാ താരങ്ങൾ വിവേക് ഒബ്രോയും മോഹൻലാലും ജയറാമും പോലുള്ള ശിവമണിയെ പോലുള്ള കലാകാരന്മാരൊക്കെ ഇതിൻ്റെ ഭാഗമായി കൊണ്ടുവരാൻ സർക്കാർ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. അയ്യപ്പന്റെ പേരിൽ പണം തട്ടാൻ ചില സംഘടനകൾ ശ്രമിക്കുന്നുണ്ടെന്ന് CPM നേതാവ് അഡ്വക്കേറ്റ് K. അനിൽകുമാർ. ഇത്തരക്കാർക്കും അയ്യപ്പന്റെ പേരിൽ രക്തമൊഴുക്കാൻ ശ്രമിക്കുന്നവർക്കും സംഗമത്തിൽ ഇടമുണ്ടാകില്ല. ബ്രാഹ്മണ മേധാവിത്വമാണ് സംഘപരിവാർ സംഘടനകൾ ആവശ്യപ്പെടുന്നതെന്നും അനിൽകുമാർ വിമർശിക്കുന്നു. ഇതിനകത്തൊരു അത്ഭുതവുമില്ല. MK വർഗീസ് എന്ന് പറയുന്ന തൃശ്ശൂരിലെ മേയർ CPM ഒരു ടൂളാണ്. ഇല്ല, ഇതിനകത്തൊരു നിവർത്തികേടുമില്ല, ധാരണയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് വരാൻ പോകുന്ന വിഷയം ഏത് സീറ്റൊക്കെയാണ് തൃശ്ശൂർ ജില്ലയിൽ CPM-ഉം BJP-യും തമ്മിലുള്ള ധാരണയുള്ള സീറ്റുകൾ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് വികസന സദസ്സുമായി സർക്കാർ. സെപ്റ്റംബർ 20-നും ഒക്ടോബർ 20-നും ഇടയിൽ സദസ്സുകൾ സംഘടിപ്പിക്കണം. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിക്കും. സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യം. വികസനത്തെക്കുറിച്ച് ജനങ്ങളുടെ അഭിപ്രായം കേൾക്കും. തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രോഗ്രസ് റിപ്പോർട്ടും അവതരിപ്പിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒല്ലൂരിൽ തൃശൂർ മേയർ MK വർഗീസിനെ സ്ഥാനാർത്ഥിയാക്കാൻ BJP-യുടെ നീക്കം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി നേടിയ 10,000 വോട്ടുകളുടെ ലീഡാണ് BJP-യുടെ ആത്മവിശ്വാസം. ക്രൈസ്തവ വോട്ടുകൾക്ക് നിർണായക സ്വാധീനമുള്ള ഒല്ലൂരിൽ വർഗീസ് വന്നാൽ ജയം നേടാമെന്നാണ് BJP-യുടെ കണക്കുകൂട്ടൽ. തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാനാണ് BJP-യുടെ നീക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം ഒല്ലൂർ നിയമസഭാ മണ്ഡലത്തിൽ തുടരാനാണ് BJP-യുടെ നീക്കം. കോൺഗ്രസിലും ഇടതുമുന്നണിയിൽ നിന്ന് പ്രവർത്തിച്ച MK വർഗീസ് ക്രൈസ്തവ വോട്ട് ബാങ്കുകളിലടക്കം നിർണായക സ്വാധീനം ചെലുത്തി വിജയിക്കുമെന്ന് BJP കണക്കുകൂട്ടുന്നു. ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതുകൊണ്ട് തന്നെ വർഗീസ് മത്സരിക്കില്ല. കാലാവധി പൂർത്തിയാകുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ വർഗീസ് BJP-യിലെത്തുമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ ചർച്ചകൾ സജീവമായി തുടരുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ B. ഗോപാലകൃഷ്ണൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിച്ചപ്പോൾ 22,000 വോട്ട് മാത്രമാണ് BJP നേടിയത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 10,000 വോട്ടുകളുടെ ഭൂരിപക്ഷം ഒല്ലൂരിൽ മാത്രം സുരേഷ് ഗോപി നേടി. ഇതോടെയാണ് BJP-യുടെ A+ മണ്ഡലത്തിലേക്ക് ഒല്ലൂർ കടന്നുവന്നത്. ത്രികോണ പോരാട്ടത്തിൽ പൊതുസമ്മതനെ കൊണ്ടുവന്നാൽ നേട്ടമാകുമെന്നാണ് BJP-യുടെ പ്രതീക്ഷ. ഇടതുമുന്നണിയുടെ മേയറായി നിൽക്കുമ്പോഴും BJP അനുകൂല നിലപാടുകൾ പല ഘട്ടങ്ങളിലായി വർഗീസ് സ്വീകരിച്ചിരുന്നു. ഇതിനെതിരെ കടുത്ത വിമർശനവുമായി VS സുനിൽകുമാർ ഉൾപ്പെടെയുള്ള CPI നേതാക്കളും രംഗത്ത് വന്നിരുന്നു. ഏതായാലും BJP-യുടെ പുതിയ രാഷ്ട്രീയ നീക്കം ഫലം കണ്ടാൽ അത് ഇടതുമുന്നണിയിലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുറപ്പ്. G. ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. കൂത്താട്ടുകുളം നഗരസഭ ഭരണം പിടിച്ച് UDF. ചെയർമാൻ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ CPM വിമത കലാരാജു വിജയിച്ചു. 12-നെതിരെ 13 വോട്ടുകൾക്കാണ് ജയം. കൂത്താട്ടുകുളം നഗരസഭ അധ്യക്ഷ സ്ഥാനത്തേക്ക് CPM വിമത കലാരാജു തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. 12-നെതിരെ 13 വോട്ടുകൾക്കാണ് അവർ വിജയിച്ചത്. 25-അംഗ ഭരണസമിതിയാണ്. നമുക്കറിയാം, നേരത്തെ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടായ ഒരിടമായിരുന്നു. പ്രത്യേകിച്ച് നേരത്തെ ഉണ്ടായിരുന്ന ഒരു അവിശ്വാസ പ്രമേയ ചർച്ചകൾ ആദ്യഘട്ടത്തിൽ വരുമ്പോൾ അന്ന് CPM-നോട് ഇടഞ്ഞു നിന്നിരുന്ന കലാരാജു അവരെ തട്ടിക്കൊണ്ടുപോയി, CPM തട്ടിക്കൊണ്ടുപോയെന്നതടക്കമുള്ള പരാതികൾ ഉയർന്നിരുന്നു. വലിയ രീതിയിലേക്ക് ചർച്ചകൾക്കും വിവാദങ്ങളിലേക്കും വഴിതെളിച്ച സംഭവമായിരുന്നു അത്. പിന്നീട് ഇവിടേക്ക് തിരിച്ചു വരികയും പിന്നീട് നടന്ന അവിശ്വാസത്തിലൂടെ CPM ഇവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് പുറത്താവുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നത്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ കലാരാജുവാണ് വിജയിച്ചിരിക്കുന്നത്. ഇതിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് വൈസ് ചെയർമാൻ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അവിശ്വാസത്തിലൂടെ നേരത്തെ പുറത്തായ വിജയ ശിവൻ തന്നെയായിരുന്നു
LDFിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയും ചെയ്തത്. ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഇതിൽ സ്വതന്ത്ര അംഗം PG സുനിൽകുമാർ മത്സരിക്കുകയും ചെയ്യും. PG സുനിൽകുമാർ വൈസ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ടാണ് മത്സരിക്കുന്നത്. എന്തായാലും UDFിന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ഒരു മേൽക്കൈ ഇവിടെ നിന്ന് നേടാൻ കഴിഞ്ഞു എന്നതിൻ്റെ ഒരു ആത്മവിശ്വാസമുണ്ട്. ദീർഘകാലമായിട്ട് ഇവിടെ ഒരു CPM രീതിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷേ പിന്നീടുണ്ടായ അസ്വാരസ്യങ്ങൾ കലാരാജുവും CPM തമ്മിൽ അകലുകയായിരുന്നു. അതിനെ തുടർന്നാണ് ഇവർ പാർട്ടി നൽകുന്ന തീരുമാനങ്ങൾക്ക് പുറത്തേക്ക് പോവുകയും വലിയ രീതിയിലേക്ക് അത് വിവാദങ്ങളാകുകയും പിന്നീട് അവിശ്വാസ പ്രമേയത്തെ അവർ പിന്തുണയ്ക്കുമെന്നൊരു രീതിയിൽ വരുമ്പോഴാണ് തട്ടിക്കൊണ്ടുപോകൽ വിവാദം അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. കേസിലേക്കും അടക്കം നീങ്ങുകയും ചെയ്തു. അവർ തന്നെ CPMനെ തള്ളിപ്പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വരാൻ തയ്യാറായി എന്നതും ശ്രദ്ധേയമായിരുന്നു. പിന്നീടാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഓരോ അവിശ്വാസ ചർച്ചകൾ വരുന്നത്. ഇപ്പോൾ അവർ അധ്യക്ഷ സ്ഥാനത്തേക്ക് തന്നെ അവർ എത്തിയിരിക്കും. CPMനൊരു തിരിച്ചടി നൽകിക്കൊണ്ട് CPM വിമത എന്നെല്ലാം തന്നെ പറയാവുന്ന രീതിയിൽ തന്നെ കലാരാജു UDFിൻ്റെ പിന്തുണയോടുകൂടി തന്നെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും വരുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അത് ഒരു വിളിപ്പാടകലെ മാത്രമാണ്. അപ്പോൾ എല്ലാം തന്നെ ഈ വിഷയങ്ങളെല്ലാം തന്നെ വീണ്ടും ചർച്ചയാകുമെന്ന കാര്യത്തിലും സംശയമില്ല. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ പോലീസ് കേസെടുക്കും. പരാതിക്കാരിയായ സുമയ്യയുടെ മൊഴി കന്റോൺമെന്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചികിത്സാ പിഴവിൽ നഷ്ടപരിഹാരം വേണമെന്നാണ് പരാതിക്കാരിയുടെ ആവശ്യം. ചികിത്സാ പിഴവ് കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല എന്നായിരുന്നു ആരോഗ്യവകുപ്പിന്റെ വിശദീകരണം. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡ് ശസ്ത്രക്രിയയ്ക്കിടെ ഗൈഡ് വയർ നെഞ്ചിൽ കുടുങ്ങിയ സംഭവത്തെ നിസ്സാരവൽക്കരിക്കുന്ന വിശദീകരണമായിരുന്നു ആരോഗ്യവകുപ്പിന്റേത്. ഗൈഡ് വയർ കുടുങ്ങിയതുകൊണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകില്ലെന്നും പരാതി ലഭിച്ചാൽ നടപടിയെടുക്കാമെന്നായിരുന്നു വിശദീകരണം. ഇതിനു പിന്നാലെയാണ് സുമയ്യയുടെ സഹോദരൻ കന്റോൺമെന്റ് പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് സുമയ്യയുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തി. സംഭവത്തിൽ DMOയ്ക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടർക്കും സുമയ്യ ഇന്ന് പരാതി നൽകി. നേരത്തെ സ്വമേധയാ അന്വേഷണം നടത്തിയതായും പൂർണ്ണമായ നിഗമനത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല എന്നുമായിരുന്നു ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ വിശദീകരണം. പരാതി നൽകിയ സാഹചര്യത്തിൽ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർ രാജീവ് കുമാറിന് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കും. വീഴ്ച സംഭവിച്ചതായി സമ്മതിക്കുന്ന ഡോക്ടറുടെ ശബ്ദ സന്ദേശം ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഈ സാഹചര്യത്തിൽ നഷ്ടപരിഹാരം നൽകണമെന്ന ആവശ്യവുമായി മുന്നോട്ടു പോകാനാണ് കുടുംബത്തിന്റെ തീരുമാനം. ന്യൂസ് 18 തിരുവനന്തപുരം. കോഴിക്കോട് കുറ്റ്യാടിയിൽ ക്യാൻസർ ബാധിതയായ യുവതി അക്യുപഞ്ചർ ചികിത്സയെ തുടർന്ന് മരിച്ചതിൽ അന്വേഷണം തുടങ്ങി പോലീസും ആരോഗ്യവകുപ്പും. ഹാജിറയ്ക്ക് സ്തനാർബുദമാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അക്യുപഞ്ചർ ചികിത്സ തുടർന്നതാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ പരാതി. രോഗം മൂർച്ഛിച്ചപ്പോഴും വെള്ളവും അത്തിപ്പഴവുമായിരുന്നു ഭക്ഷണമായി നിർദ്ദേശിച്ചതെന്നടക്കം വ്യക്തമാക്കുന്ന ശബ്ദരേഖയും പുറത്തുവന്നിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറ്റ്യാടി സ്വദേശിനിയായ ഹാജിറ ക്യാൻസർ രോഗം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങിയത്. ശരീരമാസകലം വേദനയുമായി അക്യുപങ്ക്ചർ കേന്ദ്രത്തിൽ ഹാജിറ ചികിത്സ തേടിയിരുന്നു. ഇതേ തുടർന്ന് പിന്നീട് അക്യുപങ്ക്ചർ രീതിയിലുള്ള ചികിത്സകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ചികിത്സകൾ തുടരുന്നതിനിടെ ഹാജിറയ്ക്ക് സ്ഥാനാർബുദമെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. എന്നാൽ ഈ സ്ഥാനാർബുദമാണെന്ന് സ്ഥിരീകരിച്ച് ഗുരുതരാവസ്ഥയിലേക്ക് രോഗി എത്തിയപ്പോഴും അക്യുപങ്ക്ചർ രീതിയിലുള്ള ചികിത്സകൾ തുടരുന്നുവെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഒപ്പം അങ്ങേയറ്റം ലഘുവായ രോഗത്തെ ചിത്രീകരിച്ചാണ് ഫെമിന എന്ന അക്യുപങ്ക്ചർ ചികിത്സ തുടർന്നതും എന്നും പറയുന്നു. രോഗം അത്യാസന്ന നിലയിലേക്ക് നീങ്ങുമ്പോഴും ഗൗരവമുള്ളതല്ല എന്ന രീതിയിലുള്ള ചികിത്സകളാണ് നൽകിയിരുന്നത്. ഒപ്പം ശരീരത്തിൽ നിന്നും പഴുപ്പടക്കം പുറത്തേക്ക് വരുമ്പോഴും രോഗം ഭേദമാകുന്നു എന്നതിൻ്റെ ലക്ഷണങ്ങളായാണ് പനിയും ഈ പഴുപ്പടക്കമുള്ളവ വരുന്നതും. അതൊരു ഭാഗത്ത് അടിഞ്ഞിരിക്കുന്ന കോശങ്ങൾ പുറത്തേക്ക് തള്ളുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് എന്നടക്കമുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തു. ഒപ്പം സൂര്യപ്രകാശം ഏറ്റുകഴിഞ്ഞാൽ രോഗം ഭേദമാകും എന്ന രീതിയിലുള്ള കാര്യങ്ങളും പറഞ്ഞു. ഒപ്പം ഈ ശസ്ത്രക്രിയ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും ഈ വീട്ടമ്മയെ പിന്തിരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനം ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. ശസ്ത്രക്രിയ നടത്തിക്കഴിഞ്ഞാൽ മറ്റൊരു തരത്തിലുമുള്ള ചികിത്സകൾ നടത്താൻ കഴിയില്ല എന്ന് അറിയിക്കുകയും ചെയ്തു. രോഗം ഗുരുതരാവസ്ഥയിൽ എത്തി നിൽക്കുമ്പോഴും അത്തിപ്പഴവും വെള്ളവും മാത്രം കഴിച്ചാൽ മതി എന്നടക്കമുള്ള നിർദ്ദേശങ്ങളും ഈ അക്യുപഞ്ചർ ചികിത്സകയായ ഫെമിന യുവതിക്ക് നൽകി. ഒപ്പം ഇക്കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ ഒരു വലിയ സഹതാപപൂർവ്വമുള്ള അല്ലെങ്കിൽ സഹാനുഭൂതിയുള്ള സംസാരമാണ് ഇവർ സംസാരിച്ചത്. ഇവരുടെ വാക്കുകൾ വിശ്വസിച്ച് പൂർണ്ണമായും കുടുംബത്തോട് പോലും അസുഖവിവരങ്ങൾ പറയാൻ ഈ വീട്ടമ്മ തയ്യാറായില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുതന്നെയാണ് ഇവരുടെ ശബ്ദ സംഭാഷണങ്ങളിൽ നിന്ന് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഒടുവിൽ രോഗം ഗുരുതരമായ സാഹചര്യത്തിലാണ് സ്വകാര്യ ആശുപത്രിയിൽ പോവുകയും
പോവുകയും ബംഗളൂരുവിലടക്കം പോയി ചികിത്സ നടത്താൻ ഒരുങ്ങുകയും ചെയ്തു. പക്ഷേ അപ്പോഴേക്കും രോഗം അതിൻ്റെ ഗുരുതരാവസ്ഥയിൽ 4ാം സ്റ്റേജിലേക്ക് എത്തുകയും വീട്ടമ്മ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തിരുന്നു. ഈ കുറ്റ്യാടിയിലെ ചികിത്സാ കേന്ദ്രത്തിനപ്പുറം കോഴിക്കോടുള്ള മറ്റൊരു അക്യുപഞ്ചർ കേന്ദ്രത്തിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സയ്ക്കെന്ന പേരിൽ അവിടെയും ഈ വീട്ടമ്മയെ ചികിത്സയ്ക്ക് വിധേയമാക്കി എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. എന്തായാലും ആരോഗ്യ വകുപ്പിനും പോലീസിനും ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കുടുംബത്തിൽ നിന്നും വിവരങ്ങൾ ആരായുകയാണ് ആദ്യം ചെയ്യുന്നത്. ഒപ്പം ഇവരുടെ ചികിത്സാ വിശദാംശങ്ങളും തേടും. ഒപ്പം ഏത് തരത്തിലുള്ള ചികിത്സയാണ് അക്യുപഞ്ചർ ചികിത്സ നൽകിയത്, ഇവർക്ക് ആവശ്യമായ യോഗ്യത ചികിത്സയ്ക്കുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും പരിശോധിക്കും. എന്തായാലും അതീവ ഗുരുതരമായ ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഇത്രയധികം അത്യാസന്ന നിലയിലുള്ള രോഗിയെ ഇത്തരം ലഘുവായ ചികിത്സയ്ക്ക് വിധേയമാക്കി അവരെ മരണത്തിലേക്ക് തള്ളിവിട്ടു എന്ന് തന്നെയാണ് കുടുംബം ആരോപിക്കുന്നത്. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകൾ. കളയിലെ പ്രമോദേട്ടനെ മറക്കുന്ന ഏത് മലയാളിയുള്ളത്? ഒരു ടീമിൽ ഇത്ര ആളുകൾ മത്സരിക്കുന്ന വേറെ ഒരു മത്സരവും ഇല്ല. ദൈവത്തോർത്ത് ഇറക്കി തരാം. പ്രമോദേട്ടൻ സമരം നിന്നിട്ടുണ്ടല്ലേ? ഇപ്പൊ നിന്നിട്ടുണ്ട്. ആരാകും ഇക്കുറി ഓളപ്പരപ്പിലെ രാജാവ്? പുന്നമടയിലെ ട്രാക്കുകൾക്ക് തീപിടിക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം. വള്ളംകളിയുടെ ആവേശം അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ന്യൂസ് 18 ഇടവേളകളില്ലാതെ തത്സമയം തുടക്കം തൊട്ട് ഒടുക്കം വരെ. പുന്നമടയിലേക്ക് കേന്ദ്രീകരിക്കുന്നു. ട്രാക്ക് 1-ൽ നടുഭാഗം, ട്രാക്ക് 2-ൽ കാരിച്ചാൽ, ട്രാക്ക് 3-ൽ വിയ്യപുരം, ട്രാക്ക് 4-ൽ നിരണം. നാം നോക്കുക, വള്ളംകളി പ്രപഞ്ചത്തിന്റെ മഹാമത്സരവേദിയാണ്. വള്ളംകളിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് പുന്നമടക്കായൽ. നാളെയാണ് ജലപൂരമായ നെഹ്റു ട്രോഫി വള്ളംകളി. 21 ചുണ്ടൻ വള്ളങ്ങളാണ് ഇത്തവണ മാറ്റുരയ്ക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി പുന്നമടയുടെ കരയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ, ശ്രീജ ശ്യാം എന്നിവർ ചേരുകയാണ്. ശരണ്യ, എന്തായാലും നാളെയാണ് നെഹ്റു ട്രോഫി എങ്കിലും ഇന്നേ അതിൻ്റെ ഒരു ആവേശം അവിടെ കാണാനാകുമല്ലോ. എപ്പോഴേക്കും വള്ളങ്ങളൊക്കെ പുന്നമടയിലേക്ക് കൊണ്ടുവരും? എന്താണ് ഇപ്പോൾ അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്? മഞ്ജുഷേ, വള്ളംകളിയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയൊരു ഏട് കുറിച്ച നടുഭാഗത്തിന്റെ ക്യാമ്പിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ചമ്മക്കുളം പള്ളിയിലെ പോരാട്ടത്തിലേക്ക് ഇറങ്ങുന്നതിന് വേണ്ടി അതിനു മുമ്പുള്ള ശാന്തതയാണ് ഇവിടെ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. എന്തായാലും ആ ഒരു വലിയ പ്രതീക്ഷയിലാണ്. പ്രത്യേകിച്ച് നടുഭാഗത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നെഹ്റു ചാടിക്കയറിയ വള്ളം, അതായത് നെഹ്റു ട്രോഫി ജലമേളയിൽ ഏറ്റവും ആവേശകരമായ മത്സരം കാഴ്ചവെച്ചുകൊണ്ട് ആദ്യ മത്സരത്തിൽ, അതായത് നെഹ്റു ട്രോഫിയുടെ ചരിത്രത്തിലെ ആദ്യ മത്സരത്തിൽ നെഹ്റു കയറിയ വള്ളമാണ്, ആ 1ാം സ്ഥാനം അന്ന് കരസ്ഥമാക്കിയ വള്ളമാണ് എന്നുള്ളതാണ്. എന്തായാലും നമുക്ക് ക്യാമ്പിലെ ആളുകളോടൊക്കെ തന്നെ ചോദിക്കാം, നാളെ എന്തായിരിക്കും അവസ്ഥ? നാളെ ജയിക്കുന്നു. ടെൻഷനുണ്ടോ? ടെൻഷനൊന്നുമില്ല, കാരണം ഞങ്ങൾ അതിനകത്ത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. നാളെ കൂടെ ചെയ്താൽ. എത്ര ദിവസമായി വിശ്രമം? എത്ര ദിവസമായി? ഇന്ന് അറസ്റ്റ് വന്നു. എന്നാലും ഇതിപ്പോൾ നാളെ ഇപ്പം കൊണ്ടുപോകും വള്ളം അങ്ങോട്ട്? നാളെ രാവിലെ വെക്കും. രാവിലെ വള്ളം ഇറക്കത്തുള്ളൂ. എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ? എങ്ങനെയാണ്, ഉഷാറാണോ? കാര്യങ്ങളൊക്കെ വളരെ ഉഷാറാണ്. ഞങ്ങളെല്ലാവരും നല്ലപോലെ പ്രാക്ടീസൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ഒരു നമുക്ക് ഒരു പ്രതിഫലം നമുക്ക് ദൈവം തമ്മിൽ തരുമെന്ന് വിശ്വസിക്കുന്നു. ലീഡിംഗ് ക്യാപ്റ്റനാണ് നടുഭാഗത്തിൻ്റെ അല്ലേ? അപ്പോൾ മൊത്തത്തിൽ ഒരു ഞങ്ങൾ മുന്നേ പറഞ്ഞു, നമ്മൾ ഓൾറെഡി എല്ലാവരും ഫയർ സെറ്റാണ്. ഓക്കെ, വലിയൊരു വൈകാരിക അല്ലേ? എവിടെയാണ് വീട്? എവിടെയാണ്? തൃക്കുന്നപ്പുഴയാണ്. ഓക്കെ. പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും മൊത്തം ആളുകളില്ല, പലരും അപ്പുറത്തെ റൂമുകളിലൊക്കെ വിശ്രമത്തിലും ഒക്കെയാണ്. എന്തായാലും നമ്മളോടൊപ്പം ഇപ്പോൾ നടുഭാഗത്തിന് ഇത്തവണത്തെ ക്യാപ്റ്റൻ നമ്മളോടൊപ്പം ഉണ്ട്, ജിൻഡോ ജോമിയാണുള്ളത്. ജിൻഡോ ചേട്ടാ, നിങ്ങൾ തകർക്കോ? തീർച്ചയായിട്ടും തകർക്കും, അതിനെന്തോ ഒരു ഡൗട്ടുള്ളത്. തീർച്ചയായിട്ടും തകർക്കും. നമ്മൾ നീണ്ട ഒരു 35 തൊട്ട് 40 ദിവസം വരുന്ന ക്യാമ്പായിരുന്നു, അത് ഇന്നുകൊണ്ട് തീരുകയാണ്.
ഇന്ന് രാവിലെ ജസ്റ്റ് ഒരു ഫിസിക്കൽ മാത്രമുള്ളതായിരുന്നു. അപ്പോൾ നാളെ എന്തായാലും പുന്നമടയിലോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം കൂടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2025 നെഹ്റു ട്രോഫി നടുഭാഗത്തിലെത്തിയിരിക്കും. വലിയൊരു ചരിത്രത്തിന്റെ ഒരു ബാധ്യതയും ഭാരവും ഒക്കെ പേറിയാണ് നടുഭാഗം പോകുന്നത്. തീർച്ചയായിട്ടും ഓരോ മത്സരങ്ങളും എല്ലാവർക്കും ഓരോ ഭാരം ആണ്. അത് നമ്മൾ എങ്ങനെ അത് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നിരിക്കും കാര്യങ്ങളല്ല. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ PBC പുന്നമട അവരും നമ്മുടെ NCFCയും NBCയും ഭാഗമായിട്ടാണ് നമ്മൾ ടീം സെറ്റ് ചെയ്തിരിക്കുന്നത്. നല്ല രീതിയിൽ പോകുന്നു. തഹസിൽക്കാരിൽ നല്ല വിശ്വാസമുണ്ട്, കോച്ചുമാരിൽ നല്ല വിശ്വാസമുണ്ട്. തീർച്ചയായിട്ടും ഈ പ്രാവശ്യം കപ്പനും ചുണ്ടിനിടയ്ക്ക് ഈ ലാസ്റ്റ് 5 വർഷമായിട്ട് കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് സഹിക്കാൻ പറ്റിക്കാണല്ലോ അല്ലേ? ഒരു കണ്ണ് തുറന്ന് നമുക്ക് കാണുമ്പോൾ ഒരുമിച്ച് ഫിനിഷ് ചെയ്ത പോലെ തോന്നുമായിരുന്നു. മൈക്രോ സെക്കൻഡിൽ തോറ്റുവാന്നൊക്കെ പറയുമ്പോൾ അത് നടന്നുപോയി. ഇനിയിപ്പോൾ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ ഈ വർഷം അതൊന്നും ഇല്ലാതെ വ്യക്തമായ ഒരു ലീഡിൽ ഈ പ്രാവശ്യം നെഹ്റു ട്രോഫി ഈ നടുഭാഗത്ത് എത്തിയിരിക്കും. ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. വേറൊരു കാര്യമുണ്ട് കേട്ടോ മഞ്ജുഷ, നമ്മുടെ കൂടെ ഒരാളുണ്ട്. ഇദ്ദേഹം ഇവിടെ വന്നത് റിപ്പോർട്ടറായിട്ട് നമ്മുടെ കൂടെ ആങ്കറിങ്ങിന് സുജി ചേച്ചി വന്നു. ഇവിടെ വന്നപ്പോൾ ഇപ്പോൾ നടുഭാഗത്തിൻ്റെ ആളായി. ഭർത്താവും ഭാര്യയും ഒരുമിച്ച് ഉണ്ട് എന്നുള്ളതാണ് ഫ്രെയിമിൽ. നടുഭാഗമായി മാറിയോ? ഒരിക്കലുമില്ല. നമ്മൾ മറ്റേ നടുഭാഗത്തിനോട് ഹൃദയത്തിൽ ഒരു സ്നേഹമൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ നമ്മൾ റിപ്പോർട്ടിങ്ങിന് വരുമ്പോൾ എല്ലാവരും നമുക്ക് ഒരുപോലെയാണ്. എല്ലാവരോടും ഒരേ പരിഗണനയാണ്. കാരണം നാളെ എല്ലാവരും ഇറങ്ങുന്നത് ജയിക്കാനാണ്. അങ്ങനെ ഓരോ ടീമും ജയിക്കാൻ ഇറങ്ങുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ടീമിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളത് സാധ്യമല്ല. പക്ഷേ നടുഭാഗം എന്ന് പറയുന്നത് വളരെ ചരിത്ര പ്രാധാന്യമുള്ളൊരു വള്ളമാണ്. ആ വള്ളം എന്ന് പറയുന്നത് ഈ കരക്കാരുടെ മുഴുവൻ ഹൃദയ വികാരമാണ്. ആ വികാരം കുറച്ചുകൂടെ അടുത്തറിയാം എന്നൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മുടെ കൂടെ നാരായണൻകുട്ടി ഉണ്ട്. നാരായണൻകുട്ടി ഒരു പക്ഷേ ഇത്രയും നീണ്ടൊരു കാത്തിരിപ്പ് ലോകത്തെ വേറെ എന്തിനെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. 1952 നെഹ്റു ചാടിക്കയറിയ വള്ളമാണ് നടുഭാഗം. അതാണ് നടുഭാഗം വള്ളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ വലിയ ചരിത്ര പ്രാധാന്യമുള്ള ആ ഒരു ഇവന്റിന് ശേഷം അവർക്ക് ഒരുപാട് കാത്തിരിക്കേണ്ടി വന്നു. പിന്നെ ആ കപ്പൊന്ന് തൊടാൻ 66 വർഷത്തെ കാത്തിരിപ്പ്, 67ാമത്തെ വർഷം അല്ലേ? ആ കാത്തിരിപ്പിനൊടുവിൽ ആ വള്ളം ആ ട്രോഫിയിൽ മുത്തവിടുമ്പോൾ, ആ ടീം ട്രോഫിയിൽ മുത്തവിടുമ്പോൾ അതിനെ നയിച്ചത് നാരായണൻകുട്ടിയായിരുന്നു. ഞാനത് ഇമോഷണലി കണ്ടതാണ്, അടുത്ത് കണ്ടതാണ്, നിങ്ങളെയൊക്കെ വളരെ അടുത്ത് കണ്ടതാണ്. അപ്പോൾ പിന്നീടുള്ള ഓരോ വർഷവും ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ വലിയ തോൽവിയാണെങ്കിൽ ചിലപ്പോൾ ഒരു സമാധാനം ഉണ്ടാവും. പക്ഷേ ഇത് വളരെ നേരിയ തോൽവി. കഴിഞ്ഞ വർഷമൊക്കെ ഞാൻ കണ്ടതാണ്, തലയിൽ കൈവച്ചിരിക്കുന്നവരെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ എന്താ? ഇത്തവണ വളരെ ശക്തമായിട്ട് തന്നെയാണ് നടുഭാഗവും PBC പുന്നമടയും ജിൻഡോയുടെ നേതൃത്വത്തിൽ പുന്നമടയിലേക്ക് വരുന്നത്. ഏകദേശം 30 ദിവസത്തിന് മേളിൽ ട്രെയിനിങ് ഒക്കെ നല്ല രീതിയിൽ നടത്തി. ഏകദേശം 1 കോടി രൂപയ്ക്ക് മേളിൽ ചിലവായിട്ടുണ്ട് ഈ ഒരു ഇവൻറ്റിന് വേണ്ടി. അപ്പം നമ്മൾ അത്ര ശക്തമായിട്ട് തന്നെയാണ് പുന്നമടയിൽ ഏകദേശം 8 വള്ളങ്ങൾ കപ്പിന് വേണ്ടി തന്നെയാണ് മത്സരിക്കുന്നത്. അപ്പം ഒരു പുതിയ ഇപ്പോൾ കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് പള്ളാത്തുരുത്തി തന്നെ, അതായത് 2019 പള്ളാത്തുരുത്തി എനിക്ക് കപ്പ് വാങ്ങി തന്നപ്പോൾ അപ്പോൾ ഇത്തവണ ഒരു ചേഞ്ച് എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും വള്ളംകളി ലോകം തന്നെ കാത്തിരിക്കുന്നത്. ഒറ്റ ചോദ്യത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട് ഇത്തവണ വള്ളംകളി. ഡബിൾ ഹാട്രിക് PBC അടിക്കുമോ അതോ മറ്റൊരു കറുത്ത കുതിര ഉണ്ടാവുമോ? അതിനുവേണ്ടിയാണ് എല്ലാവരും ശ്രമിക്കുന്നത്. ഈ 8 വള്ളങ്ങളും അതിനകത്ത് എനിക്ക് തോന്നുന്നു കൂടുതൽ ശക്തമായിട്ട് നിൽക്കുന്ന നടുഭാഗമാണെന്ന് തോന്നുന്നു. അവർക്കൊരു വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഒരു വള്ളത്തിൻ്റെ ഒരു മേന്മ കൊണ്ട് വെല്ലുവിളി ഉയർത്താൻ പറ്റുന്ന ഒരു വള്ളം നടുഭാഗം തന്നെയാണ്. പിന്നെ ടീം അത്ര ശക്തമായ ടീം തന്നെയാണ്. നമ്മൾ പ്രൊഫഷണൽസിനെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ 2019 ആവർത്തിക്കും. അത് നല്ല ഉറച്ച വിശ്വാസമുണ്ട്. ഇന്ന് രാവിലെ നമ്മുടെ ഈ നടുഭാഗം ചുണ്ടൻ വന്ന ഒരു കഥയുണ്ട്. അതായത് കദളിമംഗലം വെമ്പാല പള്ളിയോടം വാങ്ങിച്ചിട്ടാണ് നമ്മൾ വന്നത്. ഇന്ന് രാവിലെ ഞാനും ശ്യാമും കൂടെ അവിടെ പോയി. അവിടെ ചെന്നപ്പോൾ ഒരു പ്രത്യേക ഒരു അനുഭൂതിയായിരുന്നു. അതിനുശേഷം നമ്മുടെ വള്ളത്തിൻ്റെ നെയിം പ്ലേറ്റുമായിട്ട് ആറന്മുളയിൽ പോയി. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പം ദൈവാനുഗ്രഹം നമ്മുടെ കൂടെ തന്നെ ഉണ്ടെന്ന് നമുക്ക് നല്ലൊരു വിശ്വാസമുണ്ട്. പിന്നെ ട്രെയിനിങ് നല്ല രീതിയിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം പള്ളാത്തുരുത്തിക്ക് നല്ലൊരു വെല്ലുവിളി നടുഭാഗം ചൂടിന് ഉയർത്തും. അതിനകത്ത് യാതൊരു സംശയമില്ല. നാളെ വള്ളംകളി ലോകം അത് നേരിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും ഇവിടെ അതിനേക്കാൾ വലിയ IT രംഗത്ത് ജോലി ചെയ്ത അതിനേക്കാൾ വലിയൊരു കുട്ടനാട്ടുകാരൻ, വള്ളംകളി പ്രേമി. എനിക്കൊന്ന് ഞാൻ ശ്യാംചേട്ടനെ കാണുന്നത് ആ ഗാലറി വെച്ചിട്ടാണ് അല്ലേ? അന്ന് നിങ്ങളോട് ബൈറ്റ് എടുത്തപ്പോൾ എനിക്ക് തോന്നി വള്ളംകളി അരച്ച് കലക്കി കുടിച്ചിരിക്കുവാന്ന്. IT രംഗത്ത് നിന്ന് ഈ സമയത്ത് ലീവ് ഉണ്ടോ? ഈ സമയത്ത് ലീവ് ഉണ്ടാക്കും. അല്ല, ഈ സമയത്ത് ഇപ്പോഴും ഇവിടെ ഉണ്ടാവാറുണ്ട്. എല്ലാ കൊല്ലവും ഈ സമയത്ത് ഇവിടെ ഉണ്ടാകാറുണ്ട്. എങ്ങനെയുണ്ട് ഒരു അസസ്മെന്റ് ഒന്ന് പറഞ്ഞേ? അസസ്മെന്റ് തന്നെ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ രീതിയിലും 1 മാസത്തിന് മുകളിൽ ട്രയൽ എടുത്ത് നല്ലൊരു ടീം, ഏറ്റവും മികച്ച വള്ളം, എല്ലാ തരത്തിലും
നമ്മൾ ഇത്തവണ കപ്പെടുക്കും എന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് പോകുന്നത്. അതൊക്കെ നടുഭാഗം കാരണമായിട്ട്, അല്ലാതെ ഞാൻ പറഞ്ഞ വള്ളംകളി പ്രേമിയായിട്ട് ഇത്തവണത്തെ മത്സരം എങ്ങനെയാണ്? ഭയങ്കര ടൈറ്റ് അല്ലേ, 21 വള്ളം വരുന്നു. അതിൽ തന്നെ ഹീറ്റ്സ് ഏറ്റവും ആവേശകരമായ ഹീറ്റ്സ് ഏതൊക്കെയായിരിക്കും? ഏറ്റവും ആവേശകരമായിട്ടുള്ള ഹീറ്റ്സ്, മൂന്നാമത്തെ ഹീറ്റ്സ് പള്ളാത്തുരുത്തി PBC UBC തമ്മിൽ മത്സരിക്കുന്ന ഹീറ്റ്സ്, പിന്നെ നാലാമത്തെ ഹീറ്റ്സ് ഞങ്ങളുടെ വള്ളം നിരണമായിട്ടുള്ള ഹീറ്റ്സ്. ഈ 2 ഹീറ്റ്സ് ആയിരിക്കും ഏറ്റവും തീ പാറാൻ പോകുന്ന മത്സരം നടക്കാൻ പോകുന്നത്. ബാക്കിയുള്ള 3 ഹീറ്റ്സിൽ മിക്കവാറും ഒരു വൺ സൈഡഡ് കോൺടെസ്റ്റ് ആകാനാണ് സാധ്യത. പക്ഷേ ഈ 2 ഹീറ്റ്സ് നല്ല സ്ട്രോങ് മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ എനിക്കൊന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വള്ളമുണ്ട്, ഇവിടുന്ന് കോട്ടയത്ത് നിന്ന് 2 വള്ളമുണ്ട് അല്ലേ, 2 ക്ലബ്ബുകളുണ്ട് കോട്ടയത്ത് നിന്ന്, ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നും ഉണ്ട് അല്ലേ. നമ്മൾ അപ്രതീക്ഷിതമായ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുമോ? കാരണം ഈ ഒരു സ്ഥിരമുള്ള ഒരു പ്രബലർക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും വന്നാൽ അടിച്ചുകൊണ്ട് പോകുമോ? കൊല്ലം ഏകദേശം 8 വള്ളങ്ങളോളം 8 ടീമുകളോളം ഫൈനലിൽ കയറാൻ പ്രാപ്തരാണ്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ഒരു 5 വള്ളങ്ങളാണെന്നുണ്ടെങ്കിൽ ഇത്തവണ 8 വള്ളങ്ങളോട് തന്നെ. അതുകൊണ്ട് അപ്രതീക്ഷിതമായി പലതും കാണാൻ സാധിക്കും. പക്ഷേ എന്തൊക്കെ സംഭവിച്ചാലും ഞങ്ങൾ മേളിലുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. കഴിഞ്ഞ വർഷത്തെ ഒരു ഫൈനൽ എന്ന് പറഞ്ഞു ശ്യാം ഐറ്റിയാണെന്ന് പറഞ്ഞു. നാരായണൻകുട്ടി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പക്ഷേ നാരായണൻകുട്ടി വിദേശത്ത് കാണുന്ന അത്രയും നമ്മൾ സ്വദേശത്തും കാണും എന്നുള്ളതാണ് പ്രത്യേകത. ഇത് നിങ്ങളുടെയൊക്കെ ഒരു പാഷൻ എനിക്ക് എപ്പോഴും മനസ്സിലാകാറുണ്ട്. കാരണം ജീവിക്കുന്നത് ഏത് ഭാഗത്തായാലും മനസ്സ് നിങ്ങൾ കുട്ടനാട്ടിൽ വെച്ച് പോയിരിക്കുന്ന ആളുകളാണ്. ഇത് വള്ളംകളിക്ക് മാത്രം അവകാശപ്പെടാൻ പറ്റുന്ന ഒരു പ്രതിഭാസമാണെന്ന് തോന്നുന്നു. ഇതിപ്പം പറഞ്ഞപ്പോൾ തന്നെ കുളിര് കയറി. അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വള്ളംകളി ആ ട്രംപറ്റ് അടിക്കുന്ന സൗണ്ട് ഇത് കേൾക്കുമ്പോൾ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റത്തില്ല. കഴിഞ്ഞ വർഷത്തെ വള്ളംകളിക്ക് എനിക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനായിരുന്നു. ഏകദേശം 9 മണിയായപ്പോൾ രാത്രി 9 മണിക്ക് നാളെ വള്ളംകളി 9 മണിക്ക് എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുന്നില്ല, ഖത്തറിൽ ഇരിക്കാൻ പറ്റുന്നില്ല. അടുത്ത ഫ്ലൈറ്റ് കൊച്ചിക്ക് എപ്പോഴാണ് നോക്കുന്നത്? വേറെ ഫ്ലൈറ്റ് ഒന്നുമില്ല. 2 മണിക്ക് ചെന്നൈക്ക് ഒരു ഫ്ലൈറ്റ്. ആ ഫ്ലൈറ്റ് കയറി ചെന്നൈയിൽ ഇറങ്ങി രാവിലെ. അവിടുന്ന് അടുത്ത ഫ്ലൈറ്റ് കയറി 11:30 ആയപ്പം കൊച്ചിയിൽ വന്നിറങ്ങി. 2:30 ആയപ്പം പുന്നമട. അത് കഴിഞ്ഞ് അന്ന് വള്ളംകളി കഴിഞ്ഞ് അന്ന് രാത്രി തന്നെ പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ പോയിട്ട് അവിടുത്തെ ടേബിളിലിരുന്നു. അത്രയ്ക്ക് ആവേശമാണ് നമുക്ക് വള്ളംകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ വള്ളംകളിക്ക് ട്രയൽ തുടങ്ങുന്നത് എന്താണെന്ന് എല്ലാവരും നമ്മൾ നോക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ജിൻഡോ ഇപ്പം മലേഷ്യയിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പം ഇടയ്ക്ക് ഇപ്പോൾ ഒരു 3-4 പ്രാവശ്യം വന്നു കഴിഞ്ഞു. ഇപ്പം ഇനി അടുത്ത ആഴ്ച ആയിരിക്കും പോകുമായിരിക്കുന്നത്. ഇപ്പം ഇനി CPL തുടങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് വെച്ചിട്ട് വേണം ഞങ്ങൾക്ക് എല്ലാവർക്കും തിരിച്ചു പോകാൻ. എന്നിട്ട് CPLന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി മുന്നോട്ട് പോകണമെങ്കിൽ അതെ, പ്രതിഭാസം. നമ്മളിപ്പോൾ വിദേശമുള്ള ഒത്തിരി പേരുണ്ട്. ഇപ്പം നാരായണൻകുട്ടിയും ഞാനും ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒത്തിരി പേര് കുവൈറ്റിലുള്ള ആൾക്കാർ, വരാൻ പറ്റാത്ത ആൾക്കാർ, അവർ ഫിനാൻഷ്യലി ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. NCFC എന്ന് പറഞ്ഞൊരു സംഘടന. അത് നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യാത്ത ആൾക്കാർ, നമ്മൾ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുന്നു, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നു മാത്രം. പക്ഷേ ഗ്രൗണ്ട് ലെവലിൽ വർക്ക് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. ഇവിടെ വിളമ്പാൻ നിൽക്കുന്ന ആൾക്കാർ. ഇത് NCFCയുടെ പ്രസിഡന്റാണ്. നടുഭാഗത്തിന് സ്വന്തമായ ഒരു ഫാൻസ് ക്ലബ്ബ് കൂടിയുണ്ട്, വളരെ ശക്തമായ ഒരു ഫാൻസ് ക്ലബ്ബ് ആണ് ശരിക്കും മുന്നോട്ട് കൊണ്ടുപോയത്. ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്ന കണക്ക് ഞാൻ വന്നത് ഇപ്പോൾ 13th വന്നു. പക്ഷേ അതുവരെയുള്ള ക്യാമ്പസ് സെറ്റ് ചെയ്ത് ഇനീഷ്യലി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ സ്വന്തമായിട്ട് ഒരു ടീം ഉണ്ടാക്കാനുള്ള പ്ലാൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ സ്ട്രഗിൾസും ഇതൊക്കെ ഓവർകം ചെയ്യുമ്പോൾ ഒരുപാട് ടൈം എടുത്തു. ഇനീഷ്യലി ഭയങ്കര സ്ട്രഗ്ലിംഗ് ആണ്. എന്നിട്ട് ഇവരൊക്കെ കൂടിയാണ് അത് മെയിൻറ്റെയിൻ ചെയ്തത്. അപ്പോൾ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ സത്യം പറഞ്ഞാൽ ടീം സെറ്റാണ്. പിന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ മതിയാണ്. ഈ വള്ളംകളി പ്രേമികൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ജനവിഭാഗമാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോഴാണ് നിങ്ങൾ നടുഭാഗത്തിന്റെ ഫാൻസ് ക്ലബ് വളരെ ആക്റ്റീവാണ്. ഇപ്പൊ നമ്മൾ വള്ളംകളി ഫേസ്ബുക്ക് ഗ്രൂപ്പിലൊക്കെ നോക്കിയാൽ നടു എന്ന് പറയുമ്പോഴേക്കും ചാടി വീഴുന്ന ഒരു വലിയ പട തന്നെ ഉണ്ട്. ഇപ്പം നമ്മുടെ ഇത് നോക്കുവാണെങ്കിൽ വള്ളംകളി ലോകത്ത് ആദ്യമായിട്ടൊരു ഫാൻസ് ക്ലബ്ബ് രൂപീകരിക്കുന്നത് ആക്ച്വലി നടുഭാഗം വള്ളത്തിന് വേണ്ടിയിട്ടാണ്. ഞങ്ങളിപ്പോൾ ഒരു 106 പേരടങ്ങുന്ന ഒരു സംഘടനയാണ്. അപ്പം ഞങ്ങൾ നാട്ടിലിപ്പോൾ ആകെ കുറച്ച് പേരുള്ളൂ. ഇപ്പം ഞാനാണെങ്കിൽ പോലും പുറത്തായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്, സ്ഥിരമായിട്ടുണ്ട്. അപ്പം പുറത്തുള്ളവരാണ് നമുക്ക് ഫണ്ട് നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ക്യാമ്പിൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടെന്ന് പറഞ്ഞാൽ വൺസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ തല പൊട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു ഇതായിരുന്നു. കാരണം നമുക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, കാരണം പല സ്ഥലത്തേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ആക്ച്വലി ആ ഒരു ട്രാക്കിലേക്ക് സംഭവം വന്നു. അതിനുശേഷം ഇതുവരെ 35 ദിവസം ഒരു ഹാർഡ് വർക്കാണ്. അതിൻ്റെ ഒരു ഫലം നാളെ ഉണ്ടാവുമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് ഇത്രയും വിശദമായി പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മൾക്കിത് വള്ളംകളി എന്ന് പറയുമ്പോൾ നമ്മളെ പോലെയുള്ള പ്രേക്ഷകർക്ക് ഇത് ഒരൊറ്റ ദിവസത്തെ കാര്യമാണ്, കുറച്ച് മണിക്കൂറുകളുടെ കാര്യമാണ്. പക്ഷെ ഇവരെ സംബന്ധിച്ച് ഇത് ജീവിതത്തിന്റെ ഭാഗമാണ്. ഏതെങ്കിലും ഒരു സ്പോർട്ടിന് വേണ്ടി ഒരു കൂട്ടം മനുഷ്യന്മാർ ഇങ്ങനെ അതിനുവേണ്ടി മാത്രം ജീവിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വള്ളംകളി പോലെയുള്ള
സ്പോട്ടുകൾ കുറവാന്ന് പറയാം. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. അത് ഈ പ്രാദേശികമായ വികാരമാണ്. ഒരു കരയുടെ വള്ളം എന്ന് പറയുന്ന ആ കരയുടെ മുഴുവൻ വികാരമാണ്, ആ നാടിൻ്റെ മുഴുവൻ വികാരമാണ്. രണ്ട് കരകളെ തമ്മിൽ ചിലപ്പോൾ വേർതിരിക്കുന്ന ഒരു ചെറിയ തോടായിരിക്കും, പക്ഷേ അവരുടെ വാശിയും വീറും എന്ന് പറയുന്നത് ഒരു തോടല്ല, അതൊരു കടലോളം വരും. ആ കടലിനപ്പുറത്ത്, ആ വാശിയുടെ കടലിനപ്പുറത്തേക്ക് ഈ വിജയത്തെ കൊണ്ടുവന്ന് എത്തിക്കുക എന്നതാണ് ഇവർ ഓരോരുത്തരും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി അഹോരാത്രം പണിയെടുക്കുക. ഈ ടീം ഇപ്പം നമ്മൾ വന്നിട്ടുള്ള ഈ ക്യാമ്പ് ഇത് 1 മാസത്തിൽ കൂടുതലായി ഇതേപോലെ എണ്ണയിട്ട യന്ത്രം പോലെ വ്യായാമം, അവരുടെ മാനസികമായിട്ട് അവരെ സ്റ്റേബിളായി നിർത്തുക. നേരത്തെ പറഞ്ഞതുപോലെ ഏതാണ്ട് 100ഓളം പേരാണ് തുഴയുന്നത്. ഇപ്പോൾ നടുഭാഗത്തിലാണെങ്കിൽ 80നും 85നും ഇടയ്ക്കുള്ള ആളുകൾ തുഴയാണ്. അതിൽ ഒരാളുടെ വീഴ്ച മതി ഒരു വള്ളത്തിന് പരാജയം ഏറ്റുവാങ്ങാൻ. അപ്പം അതുകൊണ്ട് ഓരോരുത്തരും അതിനു വേണ്ടി പ്രയത്നിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇനി ചില ഭംഗിയുള്ള കാഴ്ചകൾ കൂടി കാണിക്കാം. വാശിയേറിയ കസേരകളി മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അവര് ഒന്ന് സമാധാനത്തോടെ ഒന്ന് സമാധാനിച്ചിരിക്കുക. ക്യാമ്പിലാണ്, വള്ളംകളി ക്യാമ്പിലാണ്. ഇവിടെ ഇപ്പോ വള്ളംകളിയല്ല, കസേരകളിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നിപ്പോ അതായത് ഇതിപ്പോ ഒരു അവസാന നിമിഷമാണ്. അതായത് ഇനി അവർക്ക് ഇത്രയും ദിവസം ഒരു പിരിമുറുക്കങ്ങളുടെ ഒരു സമയമായിരുന്നു. അതായത് കൃത്യമായ കായികമായി ഉള്ള പരിശീലനങ്ങൾ, തുഴച്ചിൽ, കൃത്യമായ ഭക്ഷണം, ഒപ്പം തന്നെ വളരെ കർശനമായ ചിട്ടയോടെയാണ് ക്യാമ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ദിവസത്തിന്റെ ഒരു പരിസമാപ്തിയിലേക്ക് എത്തി കുറച്ചുകൂടെ അവരെല്ലാവരും കൂടെ എൻജോയ് ചെയ്തിട്ട് ഇന്നൊന്ന് റിലാക്സ് ആവുകയാണ്. ആ റിലാക്സേഷനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കസേരകളി മത്സരമാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടോ, ഇവർ എന്താ പറയുക, ഒരു ഫിറ്റ്നസിന് വേണ്ടിയിട്ട് അവര് ക്യാമ്പിലും സൂക്ഷിച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ്. ആ രീതിയിൽ വളരെ കരുതലോടെയാണ് അവര് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ ആവേശമൊക്കെ നാളെ കാണുമല്ലോ അല്ലേ? നാളെ എന്തായാലും കാണും. എന്തായാലും അവര് വലിയ ആത്മവിശ്വാസത്തിലാണ്. വലിയ ചരിത്രമുള്ള വള്ളമാണ് നടുഭാഗം. നമുക്കറിയാം, ചമ്പക്കുളം കരയിൽ നിന്നും, ചമ്പക്കുളത്തിന്റെ വള്ളത്തിൽ തുഴഞ്ഞിരുന്ന നടുഭാഗം കരക്കാർ അവർക്ക് സ്വന്തമായൊരു വള്ളമില്ലാതെ അപമാനിക്കപ്പെട്ട് ഇറങ്ങിപ്പോയൊരു ചരിത്രം കൂടിയുണ്ട്. അങ്ങനെയാണ് വെമ്പാലയിൽ നിന്നൊരു പള്ളിയോടം കൊണ്ടുവന്ന് അത് നടുഭാഗമായി ഇവിടെ പുതുക്കിപ്പണിത് അവർ ഇറക്കുന്നത്. 50 വർഷത്തിലേറെ ചരിത്രമുള്ള നടുഭാഗം, ആ നടുഭാഗത്തിന്റെ ഏറ്റവും മനോഹരമായ ഒരു പെർഫോമൻസ് ആയിരിക്കട്ടെ നാളെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. ഇതാണ് നെഹ്റു ട്രോഫിയുടെ ആവേശകരമായ കാഴ്ചയാണ്. പുന്നമട ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ നടുഭാഗം ചുണ്ടൻ തുഴയുന്നത്. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കിരീടം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. അതേസമയമാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് എന്ന ശക്തരായ എതിരാളികൾ അവർക്കുള്ളത്. ഡബിൾ ഹാട്രിക്ക് ലക്ഷ്യമിട്ടാണ് പള്ളാത്തുരുത്തി ഇത്തവണ മേൽപ്പാടം ചുണ്ടൻ തുഴഞ്ഞ് എത്താൻ പോകുന്നത്. അവിടെയാണ് പുന്നമട ബോട്ട് ക്ലബ് PBCയുടെ വെല്ലുവിളി വരുന്നത്. അതേസമയം കാരിച്ചാൽ ഇത്തവണയും രംഗത്തുണ്ട്. ഇത്തവണ കാരിച്ചാലിൽ ആരാണ് തുഴയുന്നത് എന്നത് കാണാം. പല ക്ലബ്ബുകൾക്ക് വേണ്ടി മത്സരിച്ച് 16 തവണ നെഹ്റു ട്രോഫി നേടിയ ടീമാണ് കാരിച്ചാൽ. കാരിച്ചാലിനെ വെല്ലാൻ മറ്റ് ചുണ്ടൻ വള്ളങ്ങൾ ഇല്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത്തവണ പക്ഷേ ഒരു പ്രത്യേകതയുണ്ട്. ഇത്തവണ കാരിച്ചാൽ തുഴയുന്നത് കാരിച്ചാൽ ദേശക്കാർ തന്നെയാണ്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ജലോത്സവങ്ങളിൽ ചക്രവർത്തി അതൊന്നേ ഉള്ളൂ, അത് കാരിച്ചാൽ ചുണ്ടനാണ്. നമ്മൾ പലവട്ടം കണ്ടു കാരിച്ചാൽ ചുണ്ടൻ കിരീടവും നേടി ആ ജലത്തിന്റെ ആഘോഷ മാമാങ്ക ദിവസത്തിൽ രാജാക്കന്മാരെ പോലെ അണിനിരക്കുന്നത്. എപ്പോഴാണ് ഒരു ചക്രവർത്തി ഉണ്ടാകുന്നത്? അത് രാജാക്കന്മാരിൽ രാജാവാണ്. അപ്പോൾ അത്തരത്തിലൊരു രാജാവായിട്ടുള്ള കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണ സ്വന്തം ടീമുമായി എത്തുകയാണ്. കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്, KCBC, അതിന്റെ ആളുകളാണ് നമ്മുടെ ഒപ്പം. അതിന് ചുണക്കുട്ടന്മാരാണ്. 2 ടീമുണ്ട്. ഇവർ A ടീമും B ടീമും ഉണ്ട് KCBCക്ക്. പക്ഷേ പ്രധാനപ്പെട്ട കാരിച്ചാൽ ചുണ്ടൻ A ടീമും B ടീം അത് ആയാപുരം പാണ്ടിയിലും മത്സരിക്കും ഇത്തവണ ജവഹർ നെഹ്റു ട്രോഫി വെള്ളം കളി ജലമാമാങ്കത്തിൽ. അപ്പോൾ നമ്മോടൊപ്പം ഇപ്പോൾ പങ്കെടുക്കുന്നത് ഈ താരങ്ങൾ തന്നെയാണ്. തുഴച്ചിലിൽ
കെങ്കേമ്മമാരാണ്. ഇവന്മാരുടെ കൈയൂക്ക് കണ്ടാൽ അറിയാം, നീ അടുത്താക്കി അധികം പോകണ്ടെന്ന് തോന്നുന്നു. അപ്പൊ എന്താ, എങ്ങനെയുണ്ട് ആഘോഷമൊക്കെ തുടങ്ങല്ലേ? അതെ അതെ. പ്രാക്ടീസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? മികച്ച പ്രാക്ടീസ് ആയിരുന്നു. അതെനിക്കൊരു പവറില്ലല്ലോ. മികച്ച പ്രാക്ടീസ് ആയിരുന്നു. അടിപൊളി. അപ്പൊ എങ്ങനെയുണ്ട് ചേട്ടാ? സൂപ്പറാണ്, അടിപൊളിയാണ്. ലൊറൈൻ ചേട്ടന്റെ ആ കൈന്റെ ഇതൊക്കെ ഇത് കണ്ടാ? ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ എന്റെ കൈ ഇങ്ങനെ പിടിച്ചു കണ്ടോ? ഇത് എവിടെയാ തുഴയണ? എവിടെയാ? 4ാം തുഴയാണ് പൊളിച്ച്. ഇതിന്റെ അത് 1ാം തുഴക്കാരിൽ ആ ഭാഗത്തേക്ക് ആരെങ്കിലും ഉണ്ട്? 1 മുതൽ 5 വരെ എല്ലാരും പലയിടങ്ങളൊക്കെ. ഇവരൊക്കെ ഈ മത്സരത്തിന് തൊട്ടു മുമ്പ് വലിയ പ്രാർത്ഥനയുടെയും ആകാംക്ഷയുടെ ഒക്കെ നിമിഷങ്ങളാണ്. അതുകൊണ്ട് പള്ളിയിലും ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളൊക്കെ പോയി പരമാവധി ദൈവങ്ങളോടൊക്കെ അഭ്യർത്ഥിക്കുന്ന ഒരു സ്ഥിരം രീതിയുണ്ട്. അപ്പൊ ഇത് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് അജിത്തേട്ടൻ. അജിത്തേട്ടാ, എന്തുകൊണ്ടാണ് ഈ തവണ സ്വന്തം ഒരു ടീം ഇറക്കാമെന്ന് കാരിച്ചാൽ തീരുമാനിച്ചത്? ഞങ്ങൾ കഴിഞ്ഞ 54 വർഷങ്ങളായിട്ട് വിവിധ ബോട്ട് ക്ലബ്ബുകളാണ് നമ്മുടെ വള്ളം കളിക്കുന്നത്. അതിന്റെ ഇടയ്ക്ക് ഏകദേശം ഒരു 80 കൂടി കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ് എന്നും പറഞ്ഞ് വള്ളം കളിച്ചായിരുന്നു. പിന്നീട് പ്രൊഫഷണലൈസും ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ വിവിധ ബോട്ട് ക്ലബ്ബുകൾ. അതിന് ഈ 54 വർഷങ്ങളിൽ വിജയത്തിലും പരാജയത്തിലും നമ്മളോടൊപ്പം നിന്ന ഞങ്ങളുടെ സഹോദര ബോട്ട് ക്ലബ്ബുകൾ ഒരുപാടുണ്ട്. അപ്പോൾ കഴിഞ്ഞ 2 വർഷം മുമ്പ് പായിപ്പാട്ടാറ്റിൽ ഞങ്ങൾ സ്വന്തമായിട്ടൊരു ബോട്ട് ക്ലബ്ബ് രൂപീകരിച്ച് പായിപ്പാട്ടാറ്റിൽ മത്സരിക്കുകയും ഒരു നേരിയ വ്യത്യാസത്തിന് പരാജയപ്പെടുകയും ചെയ്തു. അപ്പോൾ അവിടെ നിന്ന് ഉദിച്ച ഒരു ധാരണയാണ് നമ്മുടെ ഒരു ചീഫ് കോർഡിനേറ്റർ ഡയനാൻ ചേട്ടറെ, പ്രസിഡന്റിന്, ഞങ്ങളുടെ പ്രധാന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. അവരുടെ കൂടെ ആലോചിച്ചു, നമുക്ക് വള്ളമുണ്ട്, എന്തുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് ടീമായിക്കൂടാ? അങ്ങനെ ഞങ്ങൾ രൂപീകരിച്ചതാണ് കാരിച്ചാൽ ചുണ്ടൻ ബോട്ട് ക്ലബ്ബ്. അതെ, അപ്പൊ അങ്ങനെയാണ് കാരിച്ചാലിന്റെ ഒരു ഉദയം എന്ന് പറഞ്ഞത്. നമുക്കറിയാം കഴിഞ്ഞ തവണത്തെ ആ ഒരു മത്സരത്തിന്റെ ഒരു ആവേശം അതൊക്കെ ഇപ്പോഴും ഇല്ല. കഴിഞ്ഞ തവണത്തെ ടീമിൽ പങ്കെടുത്ത ആരെങ്കിലും ഇപ്പോഴുണ്ടോ? ഈ ടീമിലുണ്ടോ? കഴിഞ്ഞ തവണ തുടങ്ങിയ ആരെങ്കിലുണ്ടോ? 2 പേരുണ്ട്. അവരൊക്കെ പലയിടത്ത് പോയിക്കണം. ശരി. അപ്പൊ എങ്ങനെയാ ഈ തവണത്തെ എത്ര ദിവസത്തെ പ്രാക്ടീസ് ആയിരുന്നു? 25. എങ്ങനെയാണ് ഇവിടെ ക്യാമ്പൊക്കെ? അജിത്തേട്ടൊക്കെ എങ്ങനെ ചെവിക്ക് പിടിക്കുവോ? ഇല്ല, എല്ലാവരും നല്ല സൗഹൃദം. എല്ലാത്തിനും എന്ത് കാര്യത്തിനും ഞങ്ങളൊപ്പം ഉണ്ട് അവരെല്ലാവരും. എനിക്കറിയാം, നമുക്ക് തോന്നുന്നു ഈ ഒരു കരക്കാരെ സംബന്ധിച്ച് ഇത്രയധികം വികാരമുള്ള ഒരു ചുണ്ടൻ വേറെ ഇല്ലെന്ന് തോന്നുന്നു. ഇത്രയധികം ആരാധകരുള്ള ചുണ്ടനും ഇല്ല അല്ലെ? ഈ പൂരങ്ങളിലെ കൊമ്പനെ പറയുന്ന പോലെയാണ് കാരിച്ചാൽ ചുണ്ടൻ. അതെ, ചെച്ചിക്കാട്ടുകാർ രാമചന്ദ്രൻ ആനയിൽ എന്ന് പറയുന്ന പോലെയാണ് കാരിച്ചാൽ ചുണ്ടൻ പറയുന്നത്. എല്ലാ ജലമേളകളിലും അവനെ ക്ഷണിക്കാറുണ്ട്. ഞങ്ങൾക്ക് പോകാൻ ചില പരിമിതികളുണ്ട്. ഇപ്പൊ തന്നെ മാന്നാർ മഹാത്മാ ജലോത്സവത്തിൽ ക്ഷണിക്കുന്നുണ്ട് 1-ാം തീയതി അടക്കം. അത് പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് പോകാവുന്നിടത്തെല്ലാം ഞങ്ങൾ പോകുന്നുണ്ട്. പിന്നെ കൂടുതൽ അതിനും ഒരു റെസ്റ്റ് വേണമല്ലോ. അത് എല്ലായിടത്തും പോകാൻ പറ്റാനൊക്കത്തില്ല. അതുകൊണ്ട് ചിലയിടത്ത് പോകുന്നേ ഉള്ളൂ. മിക്കവാറും എല്ലായിടത്തും നമുക്ക് പോകുന്നിടത്തെല്ലാം എത്തും. വരുന്ന CBL അത് മത്സരിക്കുകയും ചെയ്യും. അങ്ങനെ CBL മത്സരങ്ങളും ഉണ്ട്. അങ്ങനെ ഒക്കമിട്ട ജില്ലകളിലും പോയിടത്തെല്ലാം കിരീടങ്ങൾ വാരിക്കുട്ടിയിട്ടുള്ള ഏക ചുണ്ടൻ കാരിച്ചാലാണ്. അപ്പളേ നമുക്ക് കുറച്ചുകൂടി നിങ്ങളുടെ എനർജി ഊർജ്ജമൊക്കെ നമ്മൾ നാളെ തുഴയെറിയുമ്പോൾ കണ്ടോളാം. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇപ്പോഴും ക്യാമ്പും സജീവമാണെന്ന് അറിയാൻ നമുക്കൊരു ആർപ്പ് ഇട്ടാലോ? ആരാ? ലോറനല്ലേ? ലൊറൈൻ. ഓക്കെ, ലൊറൈൻ ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പക്ഷെ ആർപ്പം സ്റ്റൈലിഷ് ആയിട്ടല്ലേ? ഓക്കെ, എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാം. ഉറപ്പായിട്ടും പൊളിക്കും. ഓക്കെ, മൈക്കൊന്നും വേണ്ടെന്ന് കേട്ടോ. റെഡി? ഒന്നടി. ഇതാണ് കാരിച്ചാൽ ചുണ്ടലിന്റെ ഈ ചുണക്കുട്ടികളുടെ ഒരു ആരോഗ്യവും ഊർജ്ജവും ഒക്കെ കണ്ടു തീർന്നില്ല ക്യാമ്പിലെ കാഴ്ചകൾ. നമുക്ക് നേരെ പോവാം അടുക്കളയിലേക്ക്. അപ്പൊ നമ്മൾ അവരുടെ ഒരു ആവേശമൊക്കെ കണ്ടല്ലേ? ആർപ്പൂർവ്വ വിളി. എവിടെ നിന്നാണ് ഈ ഊർജ്ജം വരുന്നതല്ലേ? എപ്പോഴും ഊർജ്ജം വരുന്നത് നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണല്ലോ. അവിടേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. ഇതാണ് നമ്മുടെ കാരിച്ചാൽ ചുണ്ടന്റെ എന്താ പറയാ, കലവറ എന്നൊക്കെ പറയാം. അല്ല, ചിക്കൻ ഇങ്ങനെ സെറ്റായി വരുന്നത്. ചിക്കൻ ഇന്ന് ഉച്ചയ്ക്ക് ചിക്കനാണ് ചേട്ടാ? ചിക്കൻ കറി. എന്തൊക്കെയാ സാധാരണ സ്പെഷ്യൽ ഉച്ചയ്ക്ക് കൊടുക്കാറ്? മീൻകറി, ചിക്കൻ ഓരോ ദിവസം ഓരോന്നാണ്. വെറുതെ അല്ല ഇങ്ങനെ തെറിച്ച് എറിയാൻ പറ്റുന്നല്ലേ? ഇതിന്റെ മുഖ്യ എന്താ പറയാ, മുഖ്യ ചീഫ് ഷെഫ് എന്നാണോ പറയേണ്ടത്, അതോ പിന്നെ പ്രധാനപ്പെട്ട ആളെന്നാണോ പറയേണ്ടത്? കലവറയുടെ ഉത്തരവാദിത്തം നിങ്ങൾക്ക് തോന്നുന്നു. രജീഷ് ഏട്ടൻ കാറ്ററിംഗ് ആണ്. ഓക്കെ, രജീഷ് ഏട്ടൻ നേരത്തെ ഈ ചുണ്ടൻ വള്ളം കളി ഭാഗമായിട്ടുണ്ടോ? 4-5 വർഷമായിട്ട് എല്ലാ വർഷവും ചെയ്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഇവർക്ക് എന്താ പ്രത്യേകിച്ച് എന്ത് ഫുഡാ ഇവർക്ക് വേണ്ടത്? ഇവർക്ക് മെയിനായിട്ട് നമ്മളൊരു ആദ്യത്തെ 10 ദിവസം ഡയറ്റിംഗ് ഫുഡാണ് പോകുന്നത്. ഡയറ്റ് ഫുഡിൽ വിത്തൗട്ട് ഓയിൽ, വിത്തൗട്ട് ഷുഗർ, ഉപ്പും ലൈറ്റ് ആയിട്ട് എടുക്കുന്നത്. 10 ദിവസം കഴിഞ്ഞ് നമ്മൾ പാലക്കാട് ഇടുന്നത്. അപ്പൊ ലൈറ്റ് മധുരം കയറ്റും. അങ്ങനെ ഓരോ ഘട്ടമായിട്ട് അവർക്ക് ലാസ്റ്റ് നമ്മൾ ഡയറ്റ് പൊട്ടിക്കത്തുള്ളൂ. ചെയ്തോണ്ടിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ ചേട്ടന്റെ പേര്?
ജയമനാടൻ ക്യാമ്പിൽ തന്നെ ഉണ്ടായിരുന്നു ഫുള്ള് ഉണ്ടായിരുന്നു. അപ്പൊ ഇവര് 3 പേരും നല്ല കേട്ടോ, അവസ്ഥ ഇങ്ങനെ അതേ പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കുറെ പേരുണ്ട് അവിടെ, ചേച്ചിമാരുണ്ട്, ഒക്കെ ഉച്ചത്തെ ഭക്ഷണത്തിനുള്ള സെറ്റപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇന്ന് എന്തൊക്കെയാ പുളിശ്ശേരി ഉണ്ട് തോന്നുന്നല്ലേ? ചിക്കൻ കറി, സലാഡ്, തോരൻ, അങ്ങനെ ഐറ്റംസ്. സലാഡുണ്ട്, തോരനുണ്ട്, പുളിശ്ശേരി ഉണ്ട്. തോരൻ എന്താ? അപ്പൊ ഈ കായലിന്റെ തൊട്ടടുത്ത് ഇന്ന് മീനൊന്നുമില്ലേ? അല്ല, മീൻ നമ്മള് മാക്സിമം ഒഴിവാക്കും. മീനെ ചെറിയ പ്രശ്നമുള്ള മീൻ മാക്സിമം ഒഴിവാക്കും നമ്മള്. കടൽ മീനാണ് നമുക്ക്. കടൽ മീൻ എന്താ പ്രശ്നം? കംപ്ലൈന്റ് വരും നമുക്ക്. അവര് തന്നെ പറഞ്ഞായിരുന്നു കംപ്ലൈന്റ് ആണല്ലേ? ഓക്കെ. മാക്സിമം മീൻ പരമാവധി ഒഴിവാക്കിയിട്ടുള്ള ഒരു ഡയറ്റ് ആണ്. അപ്പൊ ഓക്കെ. അപ്പൊ എന്തായാലും ചിക്കൻ കറി സെറ്റ് ആണെന്ന് തോന്നുന്നല്ലേ? ഒരു കുഞ്ഞു സ്പൂൺ തന്നെ ഇന്ന് ടേസ്റ്റ് നോക്കാൻ തരുമോ? എങ്ങനെയുണ്ട് ഇവരുടെ ഫുഡ്? എങ്ങനെയുണ്ടെന്ന് അറിയണമല്ലോ. എന്റെ കൈ പൊള്ളിക്കരുതിട്ടാ. ടേസ്റ്റ് നോക്കാൻ ഒന്ന് ഊതി തന്നാൽ. വേണ്ട, കൈ കഴിക്കാൻ എന്റെ ടേസ്റ്റ്. കൊള്ളാം, അടിപൊളി. ഇത് തനി കുട്ടനാടൻ സ്റ്റൈലാണല്ലേ? അതാണ് കുട്ടനാടൻ സ്റ്റൈലുള്ള ഫുഡൊക്കെ ആയിട്ട് ഗംഭീരാണ് ഈ ക്യാമ്പ്. അപ്പോൾ ക്യാമ്പിന്റെ ഒരു വശമാണ്. ഇനി നമുക്ക് നേരെ ഉള്ളിലേക്ക്, ഇവരുടെ ഒരു റെസ്റ്റിംഗ് ഏരിയ ഉണ്ട്, അവിടേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മൾ കാരിച്ചാൽ ചുണ്ടന്റെ വിശേഷങ്ങളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഇതാണ് ഇവിടെ ഒരു സ്വസ്ഥമായിട്ട് വിശ്രമിക്കുന്ന സ്ഥലമായിട്ട്. ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുന്ന തോന്നുന്നു. പക്ഷേ ഈ ട്രയലൊക്കെ കഴിഞ്ഞ് വിശ്രമിക്കുകയും ഉള്ള ദിവസമാണ്. പ്രത്യേകിച്ച് മത്സരത്തിന്റെ തലേദിവസം ആകുമ്പോൾ അവർക്ക് പൂർണ്ണമായിട്ട് വിശ്രമിക്കാൻ സമയം കൊടുത്തേക്കുകയാണ്. ഇവിടെയാണ് ഈ ചുണ്ടൻ വള്ളങ്ങളിലെ തുഴക്കാരുടെ വിശ്രമ കേന്ദ്രം. അവർ ഏതാണ്ട് 1 മാസത്തിൽ കൂടുതലായിരുന്നു ഇവിടുത്തെ ക്യാമ്പ് തന്നെ. എന്താടേ, അതെയോ ക്ഷീണിച്ചോ? ക്ഷീണിച്ചില്ല, പവറാണ്. കുഴപ്പമുണ്ടോ? അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ക്യാമ്പൊക്കെ? നല്ല ക്യാമ്പാണ്, നല്ല രീതിയിൽ കളിക്കുന്നു, നല്ല ട്രയല്. എവിടെ, ഏത് ഭാഗത്താ തുഴയുന്നത്? എവിടെ? ഇവിടെ തന്നെ ട്രൈ അടിക്കുന്നത്. അല്ലല്ല, ഏത് ഭാഗത്താ? ഞാൻ മുക്കണ്ണി. ഞാൻ കൂമ്പ് 3ാമത്. അടിപൊളി. അപ്പൊ എങ്ങനെ വീട്? വീട് കൈനേരിയാണ്. പേര് വിധു. ആകാശ്. അപ്പൊ എങ്ങനെയാ ഈ ഇവിടുത്തെ ഫുഡും ഈ ഫ്രണ്ട്സ് ഒക്കെ എങ്ങനെയുണ്ട്? തകർപ്പനാണോ? എല്ലാരും ജോളിയാണ്. എല്ലാരും ഇവിടെ പാട്ടും മേളൊക്കെ ഉണ്ടോ? 2 ദിവസം മുമ്പ് ഉണ്ടായിരുന്നു. നാടൻ പാട്ടൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ ഈ കാരിച്ചാൽ ചുണ്ടന്റെ ആ ഒരു പ്രൗഢിയും ഒരു പെരുമയൊക്കെ ഉണ്ടല്ലോ, അത് നിലനിർത്തണം നിങ്ങൾ ഉറപ്പായിട്ടും കേട്ടോ. ഓക്കെ. അപ്പൊ ഇവിടുന്ന് ഇതുപോലെ ഇവരൊക്കെ ഇങ്ങനെ വിശ്രമിച്ച് തൽക്കാലം ഇരിക്കുന്ന പോലെ അവിടെ ചെറിയൊരു പാട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഫോണൊക്കെ നോക്കിയിരിക്കുകയാണ്. ഹലോ, എന്തായി? ചേട്ടാ പേര്? രാജേഷ്. ചേട്ടൻ എങ്ങനെ മീന വന്നേ? ചേട്ടൻ പറഞ്ഞേ. ഇടീനാണോ? ദൈവമേ. അപ്പൊ ചേട്ടന്റെ ഭാഗത്ത് ഒരു വഞ്ചിപ്പാട്ട് പാടൂലേ? വഞ്ചിപ്പാടും പാടാൻ പറ്റും. പിന്നെ ഏതാ ചെയ്യുന്നത്? ഇടിയനാകുമ്പോ എന്റെ താളം ഉണ്ടാവുമല്ലോ, ആ താളത്തിനനുസരിച്ച് പാട്ടും വരൂലേ? മേനാണ്ടിരിക്കണം. കുഴപ്പമില്ല, മേനാണ്ടിരിക്കാനാണ് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. അപ്പൊ എങ്ങനെയാ ഈ കുറെ നാളായിട്ട് ഈ ചുണ്ടൻ വെള്ളത്തില് ഉണ്ടായിട്ടില്ലേ? അപ്പൊ എങ്ങനെയുണ്ട് ഈ തവണത്തെ ടീം? എങ്ങനെയുണ്ട്? ടീം നല്ല ടീമാണ്, കിടുവാണ്, പൊളിക്കും, തകർക്കും. ഒരു സംശയം ഉണ്ടാകരുത്. ഇല്ല. ഈ കുറി നെഹ്റു ട്രോഫി അംഗം ആണോ? ഇക്കുറിയും ഈ കുറി 2025 നെഹ്റു ട്രോഫി KCBC കാരിച്ചാൽ ചുണ്ടൻ ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നിരിക്കും. ഇത് വാക്കാണ്. ചേട്ടന്റെ പേര്? രാജേഷ്. രാജേഷേട്ടൻ പറയാണ് KCBC ഇത്തവണ ട്രോഫി എന്ന് ഉറപ്പിച്ചില്ലെങ്കിൽ നാളെ ഞാൻ വരും. തീർച്ചയായിട്ടും കപ്പ് നിങ്ങളുടെ തല വെച്ച് തരാം. കിട്ടാത്ത കപ്പ് ഇങ്ങനെ തലയിൽ വെക്കുന്നത്? കപ്പ് ഞങ്ങൾ കൊണ്ടുവരും. ആണോ? സംശയം ഞങ്ങളുടെ പിള്ളേർ അത്ര പോകില്ല. അടിപൊളി. ഇതാണ് ഇവിടെ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ. ഈ കാരിച്ചാൽ ചുണ്ടൻ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവരുടെയൊക്കെ ഒരു വലിയ വികാരമാണ്. നമ്മൾ 70 ഒരു കുഞ്ഞു പിറക്കുന്ന പോലെ പിറന്നു, പിന്നീട് 74 എന്നാണ് വിശ്വാസം ആദ്യമായിട്ട് നെഹ്റു ട്രോഫിയിൽ പങ്കെടുക്കുന്നു. പിന്നീട് ഇത്രയും കാലത്തോളം, അത് ഏതാണ്ട് 38 ഫൈനലുകൾ, 16 തവണ കിരീടം, ഇത്രമാത്രം നേട്ടം പറയാൻ മറ്റൊരു ചുണ്ടനുമില്ല. അപ്പോൾ ആ ഒരു ആത്മവിശ്വാസം ഇവരുടെ വാക്കുകളുണ്ട്. ഇപ്പോൾ സ്വന്തമായി ടീം എത്തിയിരിക്കുകയാണ് കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്ബ്. ഇവർക്ക് എല്ലാവിധ ആശംസയും നമുക്ക് നേരാം. കാരിച്ചാൽ ചുണ്ടൻ ബോൾ ക്ലബ്ബ് വീണ്ടും കിരീടം ഉയർത്തിട്ട് ഡബിൾ ഹാട്രിക് അവർക്ക് സ്വന്തമാകട്ടെ എന്ന് ആശംസിക്കുന്നു. ക്യാമറമാൻ വിദുരാഹരിക്കൊപ്പം എഴുതപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. ഓരോ വള്ളം കളിയും തുടങ്ങുമ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരിച്ചാൽ ചുണ്ടൻ ഇത്തവണ ആരാണ് തുഴയാൻ പോകുന്നത് എന്ന്. ഇത്തവണ അതിനുള്ള ഉത്തരം കാരിച്ചാൽ ചുണ്ടൻ തുഴയുന്നത് കാരിച്ചാൽ സ്വദേശികൾ തന്നെയാണ്, കാരിച്ചാൽ ദേശക്കാർ തന്നെയാണ്. കാരിച്ചാൽ ബോട്ട് ക്ലബ് ആണ് ഇത്തവണ കാരിച്ചാൽ ചുണ്ടൻ തുഴയുന്നത്. ഇതുവരെ മറ്റ് ക്ലബ്ബുകൾക്കായിരുന്നു കാരിച്ചാലിൽ വിജയം നേടാൻ കഴിഞ്ഞിരുന്നത്. അതിൽ കൈനഗരി ഉണ്ടായിരുന്നു, കൊല്ലത്തെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു, കുമരകത്തെ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ കാരിച്ചാൽ തുഴയാൻ പോകുന്നത് കാരിച്ചാൽകാർ തന്നെയാണ്. KCBC എന്ന കാരിച്ചാൽ ബോട്ട് ക്ലബ്ബാണ് ഇത്തവണ കാരിച്ചാൽ തുഴയാൻ പോകുന്നത്. 2 തവണ ഹാട്രിക് നേടിയ വള്ളമാണ് കാരിച്ചാൽ. 74 ആദ്യം തുടങ്ങി ആകെ 32 ഫൈനലുകളിൽ പങ്കെടുത്ത് 16 ഫൈനലും ജയിച്ച് 16 കിരീടങ്ങൾ സ്വന്തമാക്കിയ വള്ളമാണ് കാരിച്ചാൽ. ആ കാരിച്ചാലാണ് ഇത്തവണ KCBC തുഴയാൻ പോകുന്നത്. വഞ്ചിപ്പാട്ടാണ്
വള്ളം കളിയുടെ ആത്മാവ് എന്ന് പറയാം. പ്രത്യേകിച്ച് നെഹ്റു ട്രോഫിയുടെ ഓളപ്പരപ്പിലെ ആവേശത്തിന് താളമാകുന്നത് വഞ്ചിപ്പാട്ടാണ്. വി വിനോദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. നമ്മുടെ ഫിഫ കള്ള് ഷാപ്പാണ്. നമ്മുടെ ഒരു സുഹൃത്തിന്റെ തന്നെ സ്ഥാപനമാണ്. അദ്ദേഹമാണ് ഇവിടെ ഒരു നാടൻ പാട്ട് കേൾക്കാമെന്നുള്ള ഒരു സാഹചര്യം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് കയറി നോക്കാം. രാജേട്ടോ നമുക്കൊരു പാട്ട് ആയാലോ? വന്നു, എല്ലാരും ഉണ്ട്. മനോഹരമായി നമ്മൾ ഇവിടെ ഇരിക്കുമ്പോഴത്തേക്കും വീണ്ടും നമുക്ക് ഈ പാടശേഖരമാണ് കാണാൻ പറ്റുന്നത്, അല്ലേ? അതാണ് നമ്മൾ അത് പറയുകയായിരുന്നു. ആലപ്പുഴയുടെ ഒരു പ്രത്യേകത അത് ഞങ്ങൾ പറഞ്ഞു വരികയായിരുന്നു. വള്ളംകളിക്ക് വരുമ്പോൾ ഒരുപാട് ആളുകൾ വരുന്നു. അല്ലാതെ തന്നെ വിദേശ ടൂറിസ്റ്റുകളും ആഭ്യന്തര ടൂറിസ്റ്റുകളും ഒക്കെ വരുന്നൊരു സ്ഥലമാണ്. ദൈവം അനുഗ്രഹിച്ച ഒരു സ്ഥലം. അപ്പൊ നമുക്കൊരു കുഞ്ഞു പാട്ട് പാടിയാലോ? ഒരു ചെറിയൊരു പാട്ട്. ഇരുന്നാട്ടെ. നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്ക് ഒന്നുകിൽ വഞ്ചിപ്പാട്ട്, അല്ലെങ്കിൽ ആലപ്പുഴയുടെ തനതായിട്ടുള്ള ഒരു നാടൻ പാട്ട്, ഏതെങ്കിലും ഒന്ന്. ആരാ പാടുന്നത്? ചേട്ടൻ സപ്പോർട്ട് ചെയ്യും. തീർച്ചയായിട്ടും ഒന്ന് തട്ടുമല്ലേ? ഒന്ന് തട്ടും. ആയിക്കോട്ടെ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. തത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പണ്ടോ നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ചൽ ചുമന്തി. പത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. പത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പാടാൻ നമ്മളും നാടേ. കാലുകോണിൽ നിന്ന് നമ്മൾ പാടിയൊരു പാട്ടുപാട്ട്. പത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ നമ്മളും നാടേ. പണ്ട് നാടുവാഴി തമ്പുരാക്കൾക്കായി നമ്മൾ കണ്ടുവലിച്ചേ മണി മഞ്ച ചുമന്തി. പത്തിനും തമ്പാടിയല്ലോ തിന്തിനും തമ്പാടിയല്ലോ നമ്മളും നാടേ പറയാൻ നമ്മളും നാടേ. ചേച്ചി ഒരു വഞ്ചിപ്പാട്ട് പാടാവോ?
നമ്മൾ ഇത്രയും നേരം വളരെ സന്തോഷമായി. കാരണം ആലപ്പുഴയിൽ വന്നു കഴിഞ്ഞാൽ ആലപ്പുഴയുടെ ആത്മാവെന്ന് പറയുന്നത് വഞ്ചിപ്പാട്ടാണ്. അത് ഏറ്റവും വലിയ സന്തോഷം ഈ ചേച്ചി വന്ന് പാടിത്തന്നു എന്നുള്ള ഉമ്മച്ചേച്ചി അല്ലേ, ഉമ്മച്ചേച്ചി പാടി എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. കാരണം നമുക്ക് ഇവിടെ നിന്ന് വരുമ്പോൾ ഹൃദയം നിറയണമെങ്കിൽ ഒരു വഞ്ചിപ്പാട്ട് കേൾക്കണം. അരുൺ പാലോടിനൊപ്പം ബി വിനോദ്, ന്യൂസ് 18 ആലപ്പുഴ. ആലപ്പുഴ പുന്നമടയുടെ ഇരുകരകളിലും വഞ്ചിപ്പാട്ടിന്റെ താളം ഉയരാൻ ഇനി മണിക്കൂറുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. ഇത്തവണ മത്സരത്തിൽ പങ്കെടുക്കുന്നത് 21 ചുണ്ടൻ വള്ളങ്ങളാണ്. 71ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയാണ് നാളെ ഉച്ചതിരിഞ്ഞ് പുന്നമടക്കായലിൽ നടക്കാൻ പോകുന്നത്. ഇത്തവണ ആരായിരിക്കും കപ്പടിക്കുക? കാരിച്ചാലാണോ, നടുഭാഗമാണോ, ജവഹർ തായങ്കരിയാണോ, ഏത് വള്ളമാണ് കപ്പടിക്കാൻ പോകുന്നത്? അതേപോലെ തന്നെ പള്ളാത്തുരുത്തി ബോട്ട് ക്ലബിന് ഡബിൾ ഹാട്രിക് സ്വന്തമാക്കുവാൻ കഴിയുമോ? ഇത്തവണ മേൽപ്പാടം ചുണ്ടനാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അവർക്ക് ഡബിൾ ഹാട്രിക് നേടാൻ കഴിയുമോ? ഇങ്ങനെ ഒട്ടേറെ ചോദ്യങ്ങൾക്കാണ് നാളെ ഉത്തരം കിട്ടാൻ പോകുന്നത്. 48ാമത് റിലയൻസ് ഇൻഡസ്ട്രീസ് ഓഹരി ഉടമകളുടെ വാർഷിക പൊതുയോഗം അല്പസമയത്തിനകം തുടങ്ങും. വെർച്വൽ രീതിയിൽ നടക്കുന്ന യോഗത്തിൽ 44 ലക്ഷത്തിലധികം ഓഹരി ഉടമകൾ പങ്കെടുക്കും. ചെയർമാൻ മുകേഷ് അംബാനിയിൽ നിന്ന് സുപ്രധാന പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് വാണിജ്യ ലോകം പ്രതീക്ഷിക്കുന്നത്. AGM തത്സമയം ന്യൂസ് 18-ൽ കാണാം.